നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. RSS മേധാവി മോഹൻ ഭാഗവതിനൊപ്പം ഒരു വേദിയിൽ പങ്കെടുത്താൽ വൈസ് ചാൻസലർമാർ കുറ്റവാളികളാകുമോ? അക്കാദമിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നവരാണ് ഇന്ന് വൈസ് ചാൻസലർമാർ ആരെ കാണണം, ഏത് വേദിയിൽ പോകണം എന്ന രാഷ്ട്രീയ വിലക്ക് ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നത്. RSS മേധാവിയുടെ പരിപാടിയിൽ പങ്കെടുത്തുവെന്ന ഒറ്റക്കാരണം കൊണ്ട് VC-മാരെ പ്രതിക്കൂട്ടിൽ നിർത്തി മാപ്പ് പറയണമെന്നാവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി മുതൽ പ്രതിപക്ഷ നേതാവ് വരെ. അങ്ങനെയെങ്കിൽ ആരൊക്കെ ഏതൊക്കെ പരിപാടികളിൽ പങ്കെടുത്തതിന് മാപ്പ് പറയേണ്ടി വരും? ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് കാവ്യവൽക്കരണമാണെങ്കിൽ നേതാക്കളുടെയും മതനേതാക്കളുടെയും വിവിധ ആശയധാരകളുടെ വേദികളിലും പങ്കെടുക്കുന്ന അക്കാദമിക് വിദഗ്ധരെയും അതേ മാനദണ്ഡത്തിൽ വിലയിരുത്തുമോ? VC-മാർ ഒരു പരിപാടിയിൽ പങ്കെടുത്തതാണോ യഥാർത്ഥ വിവാദം, അതോ RSS വിരുദ്ധതയിൽ ആരാണ് മുന്നിലെന്ന് തെളിയിക്കാനുള്ള വെമ്പലോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. RSS മേധാവി മോഹൻ ഭാഗവതിന്റെ പരിപാടിയിൽ കേരളത്തിലെ പ്രമുഖ സർവകലാശാല വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് വിവാദമാവുകയാണ്. സംഘപരിവാറിന്റെ 100 വർഷങ്ങൾ എന്ന തലക്കെട്ടിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയിലാണ് കേരളത്തിലെ 3 സർവകലാശാലകളിലെ VC-മാർ പങ്കെടുത്തത്. കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മൽ, MG സർവകലാശാല VC D മാവൂത്ത്, മലയാളം സർവകലാശാല VC CR പ്രസാദ് എന്നിവരാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത്. അക്കാദമിക രംഗത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമെന്ന വിവാദമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വൈസ് ചാൻസലർമാർക്കെതിരെ രംഗത്തെത്തി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും വലിയ ഗൗരവമുള്ള വിഷയമാണ് ഇതെന്നാണ് ഫേസ്ബുക്കിൽ എഴുതിയത്. VC-മാർ മാപ്പ് പറയണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ആവശ്യം. സർക്കാരിനെതിരെ കൂടിയാണ് പ്രതിപക്ഷ ആരോപണം വന്നിരിക്കുന്നത്. സർക്കാർ സംഘപരിവാറിന് കീഴടങ്ങാൻ തുടങ്ങിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതേസമയം മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയവരുടെ അജണ്ടയാണ് വിവാദത്തിന് പിന്നിലെന്ന് BJP-യുടെ എതിർ ആരോപണവും വന്നിരിക്കുകയാണ്. VC-മാർ ചെയ്തതിൽ തെറ്റുണ്ടോ എന്നാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. അതേസമയം സമസ്തയും രംഗത്തെത്തിയിരിക്കുകയാണ്. വൈസ് ചാൻസലർമാരെ രാജിവെപ്പിക്കണം എന്നാണ് സമസ്തയുടെ ആവശ്യം. ഇതുകൂടി വന്നതോടുകൂടി BJP തങ്ങളുടെ ആയുധത്തിന് മൂർച്ച കൂട്ടുകയാണ്. ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സമസ്തയുടെയും ഒക്കെ അജണ്ടയ്ക്ക് കീഴടങ്ങുകയാണ് സർക്കാർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു പ്രസ്താവന നടത്തുകയും VC-മാർ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് എന്നാണ് BJP-യുടെ ആരോപണം വന്നിരിക്കുന്നത്. ഇന്ന് ചർച്ചയിൽ ശ്രീ പണിക്കർ ചേരുന്നു. ഒപ്പം മുൻ വൈസ് ചാൻസലർ കൂടിയായ രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ G ഗോപകുമാർ, മുസ്ലിം ലീഗിൽ നിന്ന് ശ്രീ CK ഷാക്കിർ എന്നിവർ, സമസ്തയിൽ നിന്ന് SYSന്റെ സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറയും ചേരും. ആദ്യം ഡോക്ടർ G ഗോപകുമാർ, താങ്കളും വൈസ് ചാൻസലറായിരുന്നയാളാണല്ലോ. ഇപ്പോൾ ഈ 3 വൈസ് ചാൻസലർമാർ ചെയ്തത് മഹാ അപരാധം എന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പറയുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? കാണുന്നില്ല. ഒരു സാമൂഹ്യശാസ്ത്ര അധ്യാപകൻ എന്നുള്ള നിലയിൽ, ഒരു വൈസ് ചാൻസലർ എന്നുള്ള നിലയിൽ, ഒരു പൊതുസമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വൈസ് ചാൻസലർമാർക്ക് എല്ലാ യോഗങ്ങൾക്കും പോകാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ പോയിട്ടുമുണ്ട്, ഇപ്പോഴും അത് തുടരുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ സോഷ്യൽ സയൻസ് അധ്യാപകനും പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനും ആയതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു തൊട്ടുകൂടായ്മ തോന്നിയിട്ടില്ല. അതിന്റെ കാരണവുമില്ല. ഇന്നത്തെ ലോകത്ത് പൊതുമണ്ഡലം ശക്തിപ്പെടുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന, സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ വിവിധ തലത്തിലും വ്യത്യസ്ത സ്വഭാവത്തിലുമാണ്. അങ്ങനെയുള്ള സമൂഹങ്ങളിൽ ചെല്ലുമ്പോഴാണ് ലോകത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മളൊരു മീറ്റിങ്ങിന് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ മീറ്റിങ്ങിന്റെ അടിമയാകുന്നില്ല, അതിന്റെ പാർട്ട് പോലും ആകുന്നില്ല. ഒരുപക്ഷെ അതിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ പറ്റും. ഞാൻ വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ എല്ലാ മീറ്റിങ്ങിനും പോകുമായിരുന്നു. മുജാഹിദിന്റെ മീറ്റിങ്ങിനും പോയിട്ടുണ്ട്, RSSന്റെ മീറ്റിങ്ങിനും പോയിട്ടുണ്ട്. അവിടെയൊക്കെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നന്നായി സംസാരിച്ചിട്ടുമുണ്ട്. എനിക്കതിൽ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. സാംസ്കാരിക മണ്ഡലത്തിൽ ഉത്തര മലബാറിൽ നിറഞ്ഞു നിന്ന 6 വർഷം എൻ്റെ മുമ്പിലുണ്ട്. അവിടെ ആരും ഇങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടുമില്ല. അല്ല, സ്വകാര്യമായ സംഭാഷണങ്ങളിലെങ്കിലും എന്തിനാണ് RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തത് എന്ന രീതിയിലുള്ള ചോദ്യം താങ്കൾക്കെതിരെ ഉയർന്നിട്ടുണ്ടോ ആ സമയത്ത്? സ്വകാര്യമായിട്ട് ഉയർന്നിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല.
അങ്ങനെ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ ഞാൻ അവരെ കൺവിൻസ് ചെയ്ത് കൊടുത്തു. അങ്ങനെ കൺവിൻസ് ചെയ്ത് കൊടുത്തപ്പോൾ അവർക്ക് അതിൽ സംശയം തീർന്നു. അവിടെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സംശയം അവർക്ക് തീർന്നു കഴിഞ്ഞു. കാരണം ഇന്നത്തെ ലോകത്ത് നമ്മൾ എല്ലാ സമൂഹത്തിലുള്ള പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളെയും മനസ്സിലാക്കണം. RSSന്റെ 100ാം വാർഷികമാണ്. മറ്റ് പല സംഘടനകളും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 5 ലക്ഷം NGOകൾ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് നമ്മൾ. അപ്പൊ ഇവരുടെയൊക്കെ വേദികളിൽ ചെല്ലുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായൊക്കെ ഒരുപാട് ഗുണങ്ങൾ കിട്ടും, മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ഒരു ലാബറട്ടറിക്ക് അകത്ത് കയറിയിരുന്ന് ഒച്ചിനെ പോലെ ഒറ്റയ്ക്കിരുന്ന് പ്രവർത്തിക്കുന്ന ഒരു ആംചെയർ സ്കോളർ അല്ല വൈസ് ചാൻസലർമാർ. പൊതുമണ്ഡലത്തിൽ നല്ലതുപോലെ ശോഭിക്കേണ്ട വ്യക്തികളാണ്. അവർ പറയുന്നതിനൊരു വിലയുണ്ട്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ നാട്ടിലില്ല, അമേരിക്കയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കവടിയാറിലെ ഉദയ പാലസിൽ നടന്ന ഒരു പൊതു സമ്മേളനത്തിലാണ് ഇവർ പങ്കെടുത്തത്. ഒരു രഹസ്യ സമ്മേളനത്തിലും അല്ല പങ്കെടുത്തത്. അങ്ങനെ പങ്കെടുക്കുന്നതിൽ തെറ്റ് ഞാൻ കാണുന്നില്ല. മറ്റ് പ്രവൃത്തികളിൽ മറ്റ് സംഘടനകളോട് വേർതിരിച്ച് കാണാത്തിടത്തോളം കാലം എവിടെയും ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ചെല്ലുന്നിടത്തൊക്കെ തല ഉയർത്തി നിന്ന് തന്നെ സംസാരിക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ നിങ്ങളടുത്ത് വരുന്നു എന്ന് പറയുന്നത് പോലെ ഞാൻ കാണുന്നുള്ളൂ. ന്യൂസ് 18 ഞാൻ പങ്കെടുക്കുന്നു എന്ന് പറയുന്നത് പോലെ മറ്റൊരു വേദിയിൽ ഞാൻ എന്റെ അഭിപ്രായം പറയും. പക്ഷെ ഇവിടെ RSS അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് കാവ്യവൽക്കരണം, ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് വൈസ് ചാൻസലർമാർക്കെതിരെ വന്നിരിക്കുന്നത്. അത് ഈ വൈസ് ചാൻസലർമാരുടെ രാഷ്ട്രീയവും കൂടി കണക്കിലെടുത്തുള്ള ഒരു വിമർശനമാണോ? ഒരുപക്ഷെ അത് ലക്ഷ്യമാക്കി പറയുന്നതായിരിക്കാം. കേരള രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകത എങ്ങനെയാണല്ലോ. അതിന്റെ ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത്, ഇത്തരം പ്രസ്താവനകൾ മറുവശത്ത് വരുമ്പോൾ അറിയാതെ സമൂഹം ധ്രുവീകരിക്കപ്പെടും. ഇല്ലെങ്കിൽ ഇതൊന്നും ഒരു വിഷയമായി വരത്തില്ല. ഇതൊരു പ്രശ്നമേ ആകത്തില്ലായിരുന്നു. ഒരിക്കലും ഒരു പ്രശ്നമേ ആകത്തില്ലായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നു, മറ്റു പല മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നു. ഞാൻ ഒരു 6 മാസം മുമ്പ് കോഴിക്കോട് കാന്തപുരത്തിന്റെ വലിയൊരു വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്ത ആളാണ്. അദ്ദേഹവുമായി അവിടെ ഞാൻ മുഖ്യ പ്രബന്ധം അവതരിപ്പിച്ച ആളാണ്. അതിനെന്താ തെറ്റെന്നാ ഞാൻ പറയുന്നത്. അതിനെ ഞാൻ ഉടനെ പച്ചവൽക്കരണം, ഹരിതവൽക്കരണമായോ, ഞാൻ മുസ്ലിമായോ, ഇല്ലെങ്കിൽ ഞാൻ തീവ്രവാദിയായോ, എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്? വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് മനസ്സിലാക്കാൻ അങ്ങനെയുള്ള ഉന്നത ശ്രേണിയിലുള്ളവർ പോകുന്നത് അവർക്കും നല്ലതാണ്, പോകുന്നവർക്കും നല്ലതാണ്. ശരി ശരി ഡോക്ടർ ജി ഗോപകുമാർ. ഇപ്പോൾ CK ഷാക്കിർ, എന്തുകൊണ്ടാണ് ഈ 3 വൈസ് ചാൻസലർമാരും കേരള സമൂഹത്തോട് മാപ്പ് പറയണം എന്നുള്ള ആവശ്യം നിങ്ങൾ ഉന്നയിക്കുന്നത്? അക്കാദമിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എല്ലാവരും വലിയ വായിൽ സംസാരിക്കുന്നതാണ്. എന്താണ് ഈ VC മാർ ചെയ്ത തെറ്റ്? അല്ല, VC മാർ ചെയ്ത തെറ്റ്, അവരിയ്ക്കുന്ന സ്ഥാനത്തിന് യോജിച്ച നടപടിയല്ല അവർ ചെയ്തിട്ടുള്ളത്. RSS എന്ന് പറയുന്ന ഒരു രാഷ്ട്ര വിഭജനത്തിൽ, ജനങ്ങളെ വർഗീയമായി വേർതിരിക്കുന്നതിൽ, സ്വാതന്ത്ര്യ സമരത്തെ ഉറ്റുകൊടുക്കുന്നതിൽ മുന്നിൽ നിന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും മറ്റ് സംഘടനകൾ, നേരത്തെ VC ആയിരുന്ന അദ്ദേഹം പറഞ്ഞതുപോലെ മുജാഹിദ് സംഘടനകളുടെയോ അല്ലെങ്കിൽ കാന്തപുരം വിഭാഗത്തിൻ്റെ ഏതെങ്കിലും സെമിനാറിൽ പോയതല്ല. ഇവർ പോയി പങ്കെടുത്തിട്ടുള്ളത് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, പല രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയെ പോലും മാറ്റി നിർത്തി അദ്ദേഹത്തിൻ്റെ ഘാതകരെ മഹത്വവൽക്കരിക്കുന്ന പാഠപുസ്തകങ്ങൾ പോലും കുട്ടികളെ പഠിപ്പിക്കണമെന്ന തരത്തിലേക്ക് RSSന് നിർദ്ദേശം വരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകളുടെ VC മാർ RSSന്റെ പരിപാടിയിൽ അതിൻ്റെ ഏറ്റവും സുപ്രീം നേതാവിൻ്റെ കൂടെ പങ്കെടുത്തിട്ടുള്ളത്. അത് നിസ്സാര കാര്യമായി കാണാൻ കഴിയുമോ? കേരളത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്, അവരിയ്ക്കുന്ന സ്ഥാനത്തിൻ്റെ മഹത്വമുണ്ട്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതുകൊണ്ടാണ് ശ്രീ KC വേണുഗോപാൽ പറഞ്ഞത്, ഇവർ ഗണഗീതം പാടി കുറുവടിയും ഏന്തി RSSന്റെ ശാഖയിൽ പോയിക്കോട്ടെ എന്ന്. അതാണ് ശരിയായി പറയാനുള്ളത്. അല്ല, അവരെ അങ്ങോട്ട് തള്ളിവിടുവാൻ നിങ്ങൾക്ക് എന്താണ് ഇത്രമാത്രം വെമ്പൽ? ശ്രീ CK ഷാക്കിർ, അവർക്ക് നിങ്ങൾക്കാണല്ലോ വെമ്പൽ കൂടുതൽ. അവരെ RSSകാരാക്കി ഈ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കണമെന്ന്. ഈ താങ്കൾ നേരത്തെ പറഞ്ഞു, മുജാഹിദ് സംഘടനകളുടെ യോഗത്തിലോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളുടെ യോഗത്തിലോ പങ്കെടുക്കുന്നത് പോലെയല്ല RSSന്റെ ഇത്തരമൊരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്ന്. എന്താണ് താങ്കൾ ഇതിലെ വ്യത്യാസം കാണുന്നത്? ഡോക്ടർ ജി ഗോപകുമാർ അത് കൃത്യമായി പറഞ്ഞു, അദ്ദേഹവും പങ്കെടുത്തിട്ടുള്ളയാളാണ്. അല്ല, ഈ മുജാഹിദ് സംഘടനകളോ കാന്തപുരം വിഭാഗമോ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാനോ മതപരമായ വേർതിരിവുണ്ടാക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രത്തെ, സ്വാതന്ത്ര്യ സമരത്തെ ഉറ്റുകൊടുക്കാനോ ബ്രിട്ടീഷുകാർക്ക് ഷൂ നക്കി കൊടുക്കാനോ ഇവരാരും തയ്യാറായിട്ടില്ല. എന്നാൽ RSSന്റെ പാരമ്പര്യം അതാണോ? ഇവർ ഈ രാഷ്ട്ര നിർമ്മിതിക്ക് എന്ത് സംഭാവനയാണ് ചെയ്തിട്ടുള്ളത്? ഇപ്പോഴും നിങ്ങൾ നോക്ക്, രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിരപരാധികളായ മനുഷ്യരെ കൊല്ലാൻ ഈ ഭരണഘടനാപരമായ സ്ഥാപനങ്ങളെ മുഴുവൻ സംഘ്യവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന് ചൂട്ടുപിടിച്ചുകൊണ്ട് അതിന് ഇരുന്ന് കൈയടിച്ചു കൊടുക്കുന്ന നിലപാടല്ല ഈ 3 VC മാർ ചെയ്തിട്ടുള്ളത്.
ഞങ്ങളിവിടെ പറയുന്നത് ഇതിന് ശരിക്കും വളം വെച്ച് കൊടുക്കുന്നതിൽ CPM-ന് വലിയ പങ്കുണ്ട്. 2025-ൽ 4 VC-മാർ ഇതേപോലെയുള്ള പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് മാധ്യമപ്രവർത്തകർ വിവാദമുണ്ടായി. ശ്രീമതി ബിന്ദുവിനോട്, അന്നത്തെ മന്ത്രി ശ്രീമതി ബിന്ദുവിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് വ്യക്തിപരമായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞതാണ്. പിന്നീട് അത് വലിയ വിവാദമായി. പിന്നെ അന്നത്തെ മന്ത്രിയുടെ എന്താ പറയുക, ഒരു വാക്ക് പരിഗണിച്ചുകൊണ്ടായിരിക്കണം, പ്രോത്സാഹനമായി കണ്ടുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഇത്തവണ 2026-ൽ ഈ VC-മാർ പോയിട്ടുള്ളത്. നമ്മുടെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, സാധ്യമാകുന്ന തരത്തിൽ നടപടി സ്വീകരിക്കും. ഇപ്പൊ നമുക്കറിയാം VC-മാരുടെ എന്ത് ഇടപെടൽ നടത്താനാണ് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും VC-മാർക്കെതിരെ? അല്ല, നിയമപരമായി ഒരു പക്ഷേ അതിന് പരിമിതികളുണ്ട്. ഈ നിയമം, ഈ ആക്ട് കാലങ്ങളായി നമ്മുടെ കേരളത്തിലുള്ളതാണ്. പക്ഷേ ഗവർണർ സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന വളരെ സൗഹൃദപരമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ രണ്ടാം പിണറായി വിജയന്റെ സർക്കാർ മുതലാണ് 100% സംഖ്യവൽക്കരണത്തിലേക്ക് RSS നീങ്ങിയിട്ടുള്ളത്. അതിന് പിണറായി വിജയൻ സർക്കാർ സാധ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അതിൻ്റെ തുടർച്ചയാണ്, അതിൻ്റെ ഒരു ബലത്തിലാണ് ഇവർ വരുന്നത്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ കരുതിക്കോ, അങ്ങനെ ഗവർണർക്ക് തോന്നിയതുപോലെ കേരളത്തെ കൊണ്ടുപോകാമെന്ന് അവർ കരുതിയെങ്കിൽ അത് ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിരോധിക്കേണ്ട രീതിയിൽ ഈ മോഹൻ ഭാഗവതിന്റെ പരിപാടിയിൽ പങ്കെടുത്തതിനെ കുറിച്ച് പ്രതിപക്ഷം പറയുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീജിത്ത് പണിക്കർ, ഇതാണ് ഈ കാവ്യവൽക്കരണത്തിന് വഴിവെക്കുന്ന ഒന്നായി മാറുകയാണ്. അതാണ് വൈസ് ചാൻസലർമാർ ചെയ്തിരിക്കുന്ന അപരാധം എന്നാണ് ഇപ്പോൾ ഷാക്കിർ അത് കൃത്യമായിട്ട് പറഞ്ഞുവല്ലോ. നോക്കൂ, ഒന്നാമത്തെ കാര്യം ശ്രീ ഷാക്കിർ മനസ്സിലാക്കേണ്ടത്, VC-മാർ ഔദ്യോഗികമായിട്ട് പങ്കെടുത്തിരിക്കുന്ന ഒരു ചടങ്ങല്ല ഇത്. അവരവരുടെ പേഴ്സണൽ കപ്പാസിറ്റിയിൽ അവർ പങ്കെടുത്തിരിക്കുന്നതാണ്. ആ സമയത്തെല്ലാം തന്നെ അവർക്ക് നമ്മുടെ നാട്ടിലെ ഏതൊരു സ്വതന്ത്രനായ പൗരനും ഉള്ള വ്യക്തിയുടെ അവകാശങ്ങൾ, അതായത് ഇൻഡിവിജ്വൽ റൈറ്റ്സ് എന്തൊക്കെയാണോ, ഭരണഘടനാപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അവകാശങ്ങൾ എന്താണോ, അതെല്ലാം തന്നെ പൂർണ്ണമായും എക്സസൈസ് ചെയ്യുന്നതിന് എല്ലാവിധ റൈറ്റുമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള ചടങ്ങുകളിൽ അവർക്ക് പങ്കെടുക്കാം, അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ കാണാം. അവർ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ നേതാക്കന്മാരെയോ അല്ലെങ്കിൽ ക്രിമിനലുകളായിട്ടുള്ള വ്യക്തികളെയോ ഒന്നും തന്നെ അവർ നേരിട്ട് കണ്ടിട്ടില്ല. പബ്ലിക്കായിട്ട് VC എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ പോലുമല്ല. അതായത് അവരെ ഒഫീഷ്യലായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ പ്രവൃത്തിയുമായി അല്ലെങ്കിൽ അവരുടെ കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ട ഒരു അബറേഷനാണ് എന്ന രീതിയിലത്തേക്ക് പോലും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അതിലേക്കാണ് ഞാൻ വന്നത്. അതായത് അവരുടെ കണ്ടക്റ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആക്ഷൻ എടുക്കാനായിട്ട് ചാൻസലറോട് റിക്വസ്റ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പദവിയിൽ അവർ അതിനെ ദുരുപയോഗം ചെയ്തിട്ടില്ല. വ്യക്തിപരമായിട്ട് അവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അവരൊരു പരിപാടിയിൽ പങ്കെടുത്തു. അതിൽ ഏത് നിയമം അല്ലെങ്കിൽ ഏത് സ്റ്റാറ്റ്യൂട്ട് അത് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ മാപ്പ് പറയണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നിയമപരമായിട്ട് തെറ്റൊന്നും അവർ ചെയ്തിട്ടില്ല എങ്കിൽ ദേ വെയർ എൻടൈറ്റിൽഡ് ടു ഡു വാട്ട് ദേ ഡിഡ്, അത്രയേ ഉള്ളൂ. അതായത് അവർക്ക് നിയമപ്രകാരം ഈ രാജ്യത്തുള്ള ഏതൊരു സ്വതന്ത്ര പൗരനും കഴിയുന്നത് പോലെ ഇത് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞു, കഴിഞ്ഞ വർഷം ഇടത് സർക്കാർ ഭരിക്കുന്ന സമയത്ത് 4 VC-മാർ ഇതേപോലെ പങ്കെടുത്തു. 4 VC-മാർ മാത്രമല്ല, മുൻ VC-മാർ ഉൾപ്പെടെയുള്ള ആൾക്കാരും അതിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ പങ്കെടുത്തിരുന്ന സമയത്ത് അവർക്കെതിരെ എന്ത് നടപടി എടുത്തു എന്ന് ശ്രീ ഷാക്കിർ ആലോചിച്ച് നോക്കിയാൽ മതി. കാരണം അന്ന് RSS-നെ ഇഷ്ടമല്ലാത്ത ഒരു സർക്കാരാണ് ഇവിടെ ഭരിച്ചത്. ഇപ്പോഴും RSS-നെ ഇഷ്ടമല്ലാത്ത ഒരു സർക്കാരാണ് കേരളത്തിൽ ഭരിക്കുന്നത്. ആ സമയത്ത് കഴിഞ്ഞ തവണ 4-ഉം ഇത്തവണ 3-ഉം സെർവിംഗ് ആയിട്ടുള്ള VC-മാർ ഈ ചടങ്ങുകളിൽ പങ്കെടുത്തു. പക്ഷെ അവർക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ അവർ ചെയ്തിരിക്കുന്നതിൽ തെറ്റില്ല എന്നും അവർക്കെതിരെ നടപടി എടുക്കാനായിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടും നിയമവും നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതുമാണ് ഒന്നാമത്തെ കാര്യം. 2, ശ്രീ VD സതീശൻ ഇങ്ങനെ അഭിപ്രായം പറയുന്ന ആളായിരുന്നില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ മുസ്ലിം ലീഗിന്റെ താല്പര്യങ്ങളോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യങ്ങളോ ഒക്കെ സംരക്ഷിക്കുന്നതിന്റെ പൊളിറ്റിക്കൽ എക്സിജൻസി ഉള്ളത് കൊണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള ഒരു സമ്മർദ്ദമുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇതൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ശ്രീ ഷാക്കിർ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം അസത്യവും അവാസ്തവുമായിട്ടുള്ള 2 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒന്ന്, ഗാന്ധിയെ സൈഡ് ലൈൻ ചെയ്തിട്ട് മഹാത്മാഗാന്ധിയുടെ ഘാതകരെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ ഉണ്ടായി എന്ന്. അങ്ങനെ ഇന്ത്യയിലെ ഒരു ദേശീയ പാഠ്യ പദ്ധതിയുടെ ഭാഗമായിട്ടും അങ്ങനത്തെ ഒരു കാര്യം ഇന്ത്യയിൽ എങ്ങും തന്നെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇപ്പൊ എന്ത് നുണയും പറയുകയാണ്. രണ്ടാമത്തേത്, ഇന്ത്യയിൽ എവിടെയോ നിരപരാധികളെ കൊല്ലുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ആ രീതിയിലത്തേക്കും ഗവൺമെന്റ് സ്പോൺസറായിട്ടുള്ള ഒരു ജനസൈഡ് ഒന്നും തന്നെ ഇന്ത്യയിൽ, മസാക്കറോ ജനസൈഡോ ഒന്നും തന്നെ ഇന്ത്യയിൽ നടക്കുന്നില്ല. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപമെങ്കിൽ, ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അതിനെ ഒറ്റുകൊടുത്തിരിക്കുന്ന ആൾക്കാരാണ്. ശരി,
അതാണ് നിങ്ങളുടെ ആക്ഷേപമെങ്കിൽ 1940 മുതൽ ഗാന്ധിവധം, ഈ സ്വാതന്ത്ര്യ സമരം അതിന്റെ പീക്കിലിരുന്ന സമയം മുതൽ 30-ലധികം വർഷം, 3 പതിറ്റാണ്ടിലധികം RSSന്റെ സർസംഘചാലകായിരുന്ന ആളാണ് MS ഗോൾവൽക്കർ. ആ ഗോൾവൽക്കറിന്റെ 2006, 1906 ജനിച്ചത്. 2006 അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പറവൂരിൽ നടന്ന RSS ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ചടങ്ങ് ഇപ്പോൾ കഴിഞ്ഞ തവണ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ശ്രീ പിണറായി വിജയൻ തന്നെ ആരോപിച്ചതുപോലെ അതിൽ ഗോൾവൽക്കറുടെ ചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം കൊളുത്തിയത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ആളിന്റെ പേര് ശ്രീ VD സതീശൻ എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് അത്തരം ചിന്തകൾ ഉണ്ടായിരുന്നില്ല. RSSനെ അംഗീകരിക്കുന്നതിനോ RSS പറയുന്ന പ്രത്യയശാസ്ത്രത്തിനെ എതിർത്തുകൊണ്ട് തന്നെ അവരുടെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനോ ഒന്നും തന്നെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ചടങ്ങിൽ പങ്കെടുക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ ധാർമ്മികമായിട്ട് രാജിവെക്കുകയാണ്, ജനങ്ങളോട് മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത് എങ്കിൽ VCമാരും ജനങ്ങളും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. അവർ അക്കാഡമിക് ആയിട്ടുള്ള ഒരു പൊസിഷൻ അവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നു. ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉള്ളത് ആരാണ്? ശ്രീ VD സതീശനാണ്. VCമാരും അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ പുറത്ത് അറിയപ്പെടുന്ന ആൾക്കാരല്ല. അങ്ങനെയെങ്കിൽ ആദ്യം രാജിവെക്കേണ്ടത് ആരാണ്? രാജിവെച്ച് മാതൃക കാണിക്കേണ്ടത് ആരാണ്? VD സതീശനല്ലേ. ഞാൻ പറയുന്നത് VD സതീശൻ രാജിവെക്കണമെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, മറിച്ച് അദ്ദേഹത്തിന് അത്രയും നിലപാടില്ലാത്ത ആളാണ്. 2013 ഇതേപോലെ തന്നെ നമ്മുടെ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ഒരു പുസ്തകം RSSന്റെ തന്നെ നേതാവായിരുന്ന ശ്രീ പരമേശ്വർജി അദ്ദേഹം അത് എഴുതുന്നു, അത് പ്രസിദ്ധീകരിക്കുന്നു. കേരളത്തിൽ പല ജില്ലകളിലും, ജില്ലാ അടിസ്ഥാനത്തിലും താലൂക്ക് അടിസ്ഥാനത്തിലും ഒക്കെ ആ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം വെവ്വേറെ നടത്തുന്നുണ്ട്. അങ്ങനെ നടത്തുന്ന സമയത്ത് തൃശ്ശൂരിൽ വെച്ച് 2013 നടന്നിരുന്ന ചടങ്ങിൽ, ഈ പ്രകാശന ചടങ്ങിൽ അതിൽ പുസ്തകത്തിനെ പരിചയപ്പെടുത്തിയതിനു ശേഷം അതിനെ പ്രകാശനം ചെയ്യുന്ന ആ ചടങ്ങിൽ സംബന്ധിച്ച നേതാവിന്റെ പേരും അന്നത്തെ പറവൂർ MLA ആയിട്ടുള്ള ശ്രീ VD സതീശൻ എന്നാണ്. അതാ ഞാൻ പറഞ്ഞത്. അതായത് ഈ MS ഗോൾവൽക്കർ RSSന്റെ സർസംഘചാലകായിരുന്ന സമയത്താണ് ഗാന്ധിവധമെന്നും ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം അതിന്റെ പീക്കിലേക്ക് എത്തിയതെന്നും അതിനുശേഷം ഉണ്ടായിരിക്കുന്ന വിവാദമെന്നും എല്ലാം അറിയാവുന്ന ആളാണ്. ഇപ്പൊ 2006 കഴിഞ്ഞ് 2013 കഴിയുമ്പോഴത്തേക്ക് RSSനെതിരെ അതർവൈസ് ഉന്നയിക്കുന്ന ആരോപണങ്ങളുള്ള ബാബറി മസ്ജിദ് വിഷയമാണെങ്കിലും ഗോത്ര വിഷയമാണെങ്കിലും എല്ലാം കഴിഞ്ഞല്ലോ. ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അതെല്ലാം അറിഞ്ഞതിന് ശേഷം സംഘപരിവാറിന്റെ ഒരു വേദിയിലത്തേക്ക് ശ്രീ VD സതീശൻ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹമാണ് സാർ നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തുകൊണ്ടാണ് ഇപ്പൊ ലീഗിന്റെ 5 മന്ത്രിമാരിരിക്കുന്നത്. അതിന്റെ സഖ്യകക്ഷിയാണ് ശ്രീ ഷാക്കിറിന്റെ പാർട്ടി. അപ്പൊ ഇവിടെ VCമാർക്ക് ഈ രീതിയിലത്തേക്കുള്ള കമ്മിറ്റ്മെന്റ് പൊതുജനങ്ങളോട് വേണമെങ്കിൽ ശ്രീ VD സതീശൻ ആ കമ്മിറ്റ്മെന്റ് വേണ്ടേ? ഇപ്പോൾ ശ്രീ മുസ്തഫ മുണ്ടുപാറ കൂടി ചേരുകയാണ്. സമസ്ത ഇന്ന് ആവശ്യപ്പെട്ടിരുന്നു ഈ വൈസ് ചാൻസലർ രാജിവെക്കണം, അതിൽ സർക്കാർ ഇടപെട്ട് തന്നെ വൈസ് ചാൻസലർമാരെ കൊണ്ട് രാജിവെപ്പിക്കണമെന്നാണ്. ശ്രീ മുസ്തഫ മുണ്ടുപാറ, അത് നടക്കാത്ത കാര്യമാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പോൾ സമസ്തയുടെ പരിപാടിയിൽ തന്നെ അക്കാഡമിക് രംഗത്തെ എത്രയോ വിദഗ്ധന്മാർ പങ്കെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സമയത്ത് ഇത്തരമൊരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്? സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുക എന്നൊരു താല്പര്യത്തോടു കൂടിയല്ല ഉന്നയിക്കപ്പെടുന്നത്. അതൊരു അഭിപ്രായം പറയുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ മേഖല, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ ഭിന്നമായിട്ടാണ്. കാരണം അത് ഒരു പൊതുസമ്പത്തായി കാണുകയും ആ നിലക്ക് തന്നെ അക്കാഡമിക്കലായി സത്യസന്ധതയോടുകൂടി മതനിരപേക്ഷത പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ആ അർത്ഥത്തിൽ തന്നെ പോകുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് പതിറ്റാണ്ടുകളായി നമ്മുടെ കേരളത്തിലുള്ളത്. നമ്മുടെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പ്രത്യേകിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ പ്രത്യേക താല്പര്യത്തോടു കൂടി ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ ഈ പറഞ്ഞ അക്കാഡമിക്കല സത്യസന്ധത പാലിച്ചുകൊണ്ടല്ല എന്നുള്ളത് നമുക്കറിയാം. അത് വലിയ സ്കൂൾ സമയമാറ്റം കൊണ്ടുവന്നപ്പോൾ അതിനെ ആദ്യം എതിർത്ത സംഘടനയുടെ വക്താവാണ് ഈ പറയുന്നത് കേട്ടോ. എന്ത് സ്കൂൾ സമയമാറ്റത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ മറന്നുപോയോ താങ്കൾ? അന്നുണ്ടായ വിവാദങ്ങൾ അല്ല, സ്കൂൾ സമയമാറ്റം അതുവരെ ഉള്ളതിൽ മാറ്റം വരികയല്ലേ. അത് പറയാൻ അവസരം ഞാൻ പറഞ്ഞതാണ്. അത് മതനിരപേക്ഷം എന്ന് പറയുമ്പോൾ അത് എല്ലാ കാര്യത്തിലും വേണം എന്നുള്ളതാണ്. നടത്തല്ലോ, ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ. അപ്പോ കേരളത്തിന്റെ വിദ്യാഭ്യാസ സംവിധാനത്തിന് പ്രത്യേകതയുണ്ട്. അതൊരു അക്കാഡമിക്കൽ സത്യസന്ധത പാലിച്ചുകൊണ്ട്, ആ മതനിരപേക്ഷത പാലിച്ചുകൊണ്ട് പാരമ്പര്യമായി പോകുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനം നൽകുന്ന നാടാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് തന്നെ അതിന് വലിയ ആരോപണങ്ങൾ ആ മേഖലയെ കുറിച്ച് ഉണ്ടാവാറില്ല. എന്നാൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ സംഘപരിവാർ അധികാരത്തിൽ വന്നതിന്റെ ഭാഗമായിക്കൊണ്ട് പ്രത്യേകിച്ചുകൊണ്ട് പിടികൂടപ്പെട്ട ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. അതിന്റെ ഫലമായിക്കൊണ്ട് ചരിത്ര വക്രീകരണം, വളച്ചൊടിക്കലും അതുപോലെ തന്നെ വസ്തുതകളെ പൂർണ്ണമായി നിരാകരിക്കുന്ന വിധത്തിൽ ചരിത്ര സത്യങ്ങളെ നിഷേധിക്കലും ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഇന്ത്യയുടെ പാരമ്പര്യത്തിനും നമ്മുടെ ദേശീയതയ്ക്ക് പോലും
വിഘാതമാകുന്ന വിധത്തിലുള്ള സമീപനം വിദ്യാഭ്യാസ മേഖലയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാർ നടത്തുന്ന സമയത്താണ് നമ്മുടെ കേരളത്തിൽ അക്കാര്യത്തിൽ നിന്നെല്ലാം ഭിന്നമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മെല്ലെ മെല്ലെ ആ മേഖല ഒരു നശിപ്പിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നിൽക്കുന്നത്. നമുക്കറിയാം, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഈ പ്രത്യേകിച്ചുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് അത് ഉന്നം വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ താല്പര്യത്തോടു കൂടി തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന സംഭവ വികാസങ്ങൾ നമുക്കറിയാലോ. അപ്പൊ ഒരുപാട് സാഹചര്യങ്ങൾ ഇവിടെ ഒത്തുവരികയാണ്. അതിനിടയിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളിലെ വൈസ് ചാൻസലർ VC-മാര് ഇത്തരം ഒരു പരിപാടി പങ്കെടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഈ നമ്മുടെ കേരളത്തിലെയും വിദ്യാഭ്യാസ മേഖലയെ ഏത് റൂട്ടിലേക്കാണ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്ന ആശങ്ക നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിനും മുസ്തഫ മുണ്ടുബാറ, ഈ 3 വൈസ് ചാൻസലർമാർ ഈ മോഹൻ ഭാഗവതിന്റെ അല്ലെങ്കിൽ RSSന്റെ പരിപാടിയിൽ മാത്രം പങ്കെടുക്കുന്നവരാണ് എങ്കിൽ ആ രീതിയിൽ വിമർശിക്കാം. പക്ഷെ അങ്ങനെയല്ലല്ലോ, അവർ പല സംഘടനകളുടെ പരിപാടികളിൽ പങ്കെടുക്കാറുള്ളതാണ്. അപ്പോൾ അന്വേഷിച്ചാൽ താങ്കൾക്ക് മനസ്സിലാകും, പല പൊതുപരിപാടികളിൽ പങ്കെടുക്കാറുള്ള ആളുകളാണ്. ഇപ്പോൾ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് മാത്രം അവർ കുറ്റവാളികളായി ആക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അല്ല, RSSന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ അറിയുമ്പോൾ പ്രത്യേകിച്ചുകൊണ്ട് ഈ കാവ്യവൽക്കരണത്തിലേക്ക് വിദ്യാഭ്യാസ മേഖലയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിങ്ങാണ് ഈ പറഞ്ഞ RSSന്റെ സംവിധാനം എന്ന് പറയുന്നത്. കാരണം വിദ്യാഭ്യാസ മേഖലയിൽ ഈ കാവ്യവൽക്കരണം നടക്കുന്നതോടുകൂടി തങ്ങൾ ഇച്ഛിക്കുന്നത്, തങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ നടപ്പിലാക്കാൻ കഴിയുമെന്ന അതായത് നിങ്ങൾ പറയും ഇന്ന പരിപാടികളിലെ വൈസ് ചാൻസലർമാർ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ, അക്കാദമിക് വിദഗ്ധർ ഇന്ന ആളുകൾ സംസാരിക്കുമ്പോഴേ അവിടെ പോയിരുന്നത് കേൾക്കാവൂ എന്ന്. ഇത് ഏത് ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത് ശ്രീ മുസ്തഫ മുണ്ടുപാറ? അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. സത്യസന്ധമായി നിൽക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ആ ഒരു കാവ്യവൽക്കരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഒരുപാട് ശ്രമങ്ങൾ, ഇതിലെ ഒരു ഇൻസിഡന്റ് മാത്രമാണ് ഇത്. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അവസ്ഥ എന്താ? VC-മാരുടെ ഗവർണർ ഇടപെട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ഭരണകൂടത്തിന്റെ സമയത്തും അതിന് തൊട്ടുമുമ്പ് ഭരണകൂടത്തിന്റെ സമയത്തും ഒക്കെ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എന്തെല്ലാം വസ്തുതകൾ, അതായത് നന്നായി പോകുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു ഇൻസിഡന്റ് കൂടി ഉണ്ടാകുന്നത്. അപ്പൊ സ്വാഭാവികമായും അത് സംശയിക്കപ്പെടും. ശരി, ഡോക്ടർ ജി ഗോപകുമാർ, ഇതാണ് സംശയം. ഒരു സംശയത്തിന്റെ ഇലമെന്റ് ആണ് അവിടെ ഉള്ളത്. കാരണം കേന്ദ്രം ഭരിക്കുന്നത് കഴിഞ്ഞ 12 വർഷമായി BJP ആണ്. RSSന്റെ പിന്തുണ ഉണ്ട്. പിന്നെ കേന്ദ്രം ഭരിക്കുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ RSSകാരായിരുന്നുവല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സംശയം നിൽക്കുകയാണ്. അതുകൊണ്ടാണ് മറ്റ് മതസംഘടനകൾ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നതും സർക്കാരിനോട് ഇക്കാര്യത്തിൽ ഇടപെടാൻ ആവശ്യപ്പെടുന്നതും. പ്രത്യേകിച്ച് ഇപ്പോൾ സമസ്ത പോലെയുള്ള സംഘടനകൾ പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തി കഴിഞ്ഞു. ഈ VC-മാരെ കൊണ്ട് രാജിവെപ്പിക്കണം എന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നതും. അത് ഈ സംശയം അവിടെ കിടക്കുന്നതുകൊണ്ടാണ്, ഈ കാവ്യവൽക്കരണം എന്നുള്ള സംശയം. ജനാധിപത്യ സമൂഹത്തിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതുപോലെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടതുമാണ്. അഭിപ്രായം പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് എത്രത്തോളം യുക്തിഭദ്രമാണ് എന്നുള്ളത് നമ്മൾ നോക്കണം. ഇപ്പൊ കേരളത്തിൽ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയവുമായി വന്നപ്പോൾ അതിന്റെ ഘടനാപരമായ പല സാങ്കത്യങ്ങളും നമ്മൾ ഇവിടെ നടപ്പിലാക്കിയുണ്ടായി. എനിക്ക് തോന്നുന്നില്ല പുതിയ ഗവൺമെന്റ് അതിനെ മാറ്റി ഒരു സ്വതന്ത്രമായ ഒരു വിദ്യാഭ്യാസ നയം തമിഴ്നാട് ചെയ്തതുപോലെ ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷയേ ഇല്ല. നേരെ മറിച്ച് ദേശീയ വിദ്യാഭ്യാസ നയവുമായി വളരെ അകലം പാലിക്കാതെ അടുത്ത് നിൽക്കുന്ന പല ഫാക്ടേഴ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ടുവരാനാണ് സാധ്യത. നമുക്കറിയാവുന്ന മറ്റൊരു വിവാദ വിദ്യാഭ്യാസ നയവുമായിട്ട് വന്നത് PM ശ്രീ പദ്ധതിയാണ്. ഞാനത് എത്രത്തോളം പഠിച്ചു നോക്കിയിട്ടും PM ശ്രീ പദ്ധതിക്കകത്ത് ഞാൻ കാവ്യവൽക്കരണം കണ്ടില്ല. പക്ഷെ കേരളത്തിൽ അത് കൊണ്ടുവന്നാൽ വലിയ കാവ്യവൽക്കരണം ഉണ്ടെന്ന് ആദ്യം കണ്ടെത്തിയത് CPI ആണ്, CPM അല്ല. അത് കിട്ടിയിരുന്നെങ്കിൽ കേരളത്തിലെ ഓരോ ബ്ലോക്കിലും ഈ 2 സ്കൂളിന് വീതം വളരെയധികം സാമ്പത്തിക സഹായം കിട്ടുകയും അടിസ്ഥാന വികസന സൗകര്യങ്ങൾ വളർത്തുകയും ചെയ്യാം. അത് ശ്രീ ഡോക്ടർ ജി ഗോപകുമാർ, ഇപ്പോൾ ലീഗിന്റെ എതിർപ്പില്ലായിരുന്നുവെങ്കിൽ UDF സർക്കാരിനും അതിന് മടിക്കില്ലായിരുന്നു. താങ്കൾക്ക് അങ്ങനെ ഒരു വിലയിരുത്തൽ ഉണ്ടല്ലോ. കാരണം പക്ഷേ ലീഗ് സമ്മതിക്കില്ല ഇപ്പോൾ. അതും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ UDF-ൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, അങ്ങനെ തട്ടിക്കളിച്ച് കഴിയുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതി എവിടെ എത്തുമെന്ന് നമുക്ക് കാണാം. ഇക്കാര്യത്തിലൊക്കെ കുറച്ച് യുക്തിഭദ്രമായി ചിന്തിക്കണം എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. കാരണം
എന്താണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറഞ്ഞിരിക്കുന്നത്? അതിനകത്ത് പ്രത്യേകിച്ച് PM-ശ്രീക്കകത്ത് എവിടെയാണ് കാവ്യവൽക്കരണം എന്നുള്ളത് ഞാൻ അന്നും ബിനോയ് വിശ്വത്തിനോട് ചോദിച്ച കാര്യമാണ്. ചർച്ചയിൽ തന്നെ നമ്മൾ ചോദിച്ച കാര്യമാണ്. സാംസ്കാരികപരമായ കാര്യങ്ങളെക്കുറിച്ച് വിദ്യാഭ്യാസ പദ്ധതിയിൽ ഒരു ചെറിയ ഭാഗം പറയുന്നത് രാജ്യത്തിന്റെ പാരമ്പര്യത്തെ ഊന്നിക്കൊണ്ടുള്ള കാര്യമാണ്. ഞാൻ അതിലേക്ക് ചർച്ച പോകുന്നില്ല. എന്നാലും അത് സൂചിപ്പിക്കട്ടെ, അതും കാവ്യവൽക്കരണമാണ് എന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും വാദിച്ച് ചർച്ച ചെയ്ത് നമ്മളിതെല്ലാം കടുത്ത രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ട് പണ്ട് തമാശയ്ക്ക് പറയുമായിരുന്നു, ചായ കുടിക്കുമ്പോൾ പോലും നമ്മൾ ഇടത്തോട്ടോ അല്ലെങ്കിൽ വലത്തോട്ടോ ചരിഞ്ഞു വേണം ചായ കുടിക്കാൻ. മഞ്ജുഷേ, നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തെ ധ്രുവീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ വിവാദം ഒരു ധ്രുവീകരണത്തിൽ കൊണ്ടെത്തിക്കരുത്. അത് വാസ്തവത്തിൽ ഗുണം ചെയ്യാൻ പോകുന്നത് BJPക്കാണ്. അത് ഇനിയെങ്കിലും അവർ മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ മുസ്തഫ മുണ്ടുപാറ, ഇതിന് മറുപടി പറയേണ്ടത് നിങ്ങളാണ്. ഇക്കാര്യത്തിൽ ഒരു ധ്രുവീകരണത്തിനുള്ള വളമിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് സമസ്ത പോലെയുള്ള സംഘടനകൾ. അത് വളരാൻ ആർക്ക് വളരാൻ സഹായം ചെയ്യും? BJPക്കാണ്. ഇത് ആർക്കെങ്കിലും വളമിട്ട് കൊടുക്കുക എന്ന താല്പര്യത്തോടു കൂടി പറയുന്നതല്ല. നമ്മൾ നമ്മുടെ നാട്ടിന്റെ അക്കാഡമിക സംവിധാനത്തിൽ ഇതുവരെ പോയ ആ സംവിധാനത്തിൽ നിന്നുകൊണ്ട് മാറ്റം വന്നുകൊണ്ട് ഒരു കാര്യം വരുന്ന സമയത്ത് സ്വാഭാവികമായി അതിനെതിരെ പ്രതികരണം ഉണ്ടാവും. ആ പ്രതികരണത്തെ നമ്മൾ മറ്റൊരു ആംഗിളിൽ അതിനെ കാണേണ്ടതായിട്ടില്ല. അതായത് നമ്മുടെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതിയും സംവിധാനം നിലനിൽക്കുന്ന നാടാണ് നമ്മുടെ കേരളം. അക്കാര്യത്തിൽ നമ്മൾ ഏറെ മുന്നിലാണ്. അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും. ആ ഒരു സംവിധാനത്തിൽ നമ്മൾ ആശാസ്യമല്ലാത്ത വിധത്തിൽ ഇത്തരം ചർച്ചകളിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് ആശങ്ക നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ അത് വലിയ ക്ഷീണം വരുത്തും. കാരണം വിദ്യാഭ്യാസ മേഖലയാണ് വളരെ പരമപ്രധാനമായിട്ടുള്ളത്. മറ്റെന്തിനേക്കാളും എന്ത് ഡെവലപ്മെന്റ് മറുഭാഗത്തുണ്ടാകട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ പൊതുമരാമത്തോ മറ്റേത് മേഖലയാവട്ടെ, അതൊക്കെ ഉണ്ടാകുന്നത് അന്നത്തെ ആ സാഹചര്യത്തിൽ സ്റ്റില്ലായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ. അത് ഭാവി പൗരന്മാരെ വാർത്തെടുക്കപ്പെടുന്ന ആ ഒരു സംവിധാനത്തിൽ അതിനൊരു പരിക്കേൽക്കാതിരിക്കുക, അതിന് പരിക്കേൽക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ഒരു അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ. ഇപ്പൊ സമീപകാലത്ത് ഭയങ്കര പ്രശ്നമല്ലേ ഇവിടെ ഗവർണറും ചാൻസലറും VC-യും തമ്മിലുള്ള, സർക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ എന്തെല്ലാം നടന്നു. ഇവിടെ ഈ 8-10 കൊല്ലത്തിനിടയിൽ എന്തെല്ലാം വിവാദങ്ങളാണ് ഉണ്ടായത്. വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പോലും കഴിയാതെ അഡ്മിനിസ്ട്രേഷൻ രംഗത്തുണ്ടായ ഒരുപാട് വിവാദങ്ങൾ. ഇതിന്റെ റിസൾട്ട് എന്താ വരാൻ പോകുന്നത്? ഭാവി പൗരന്മാരെ വാർത്തെടുക്കപ്പെടുന്ന നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ഭാവിയിൽ വരാൻ പോകുന്ന നമ്മുടെ പ്രോഡക്റ്റുകളെ അത് കാര്യമായി ബാധിക്കും. ഇന്ന് കേരളത്തിന്റെ പ്രത്യേകിച്ചുകൊണ്ട് മനുഷ്യ വിഭവമാണ് കേരളത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആ വിഭവത്തെ അത് ബാധിക്കും. കാരണം വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന ഏത് ചെറിയ പ്രശ്നങ്ങളെ പോലും നമ്മൾ ഗൗരവത്തോടെ കാണുകയും അഡ്രസ്സ് ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഇത്തരം സംഭവം ഉണ്ടാകുന്ന സമയത്ത് അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അത് വഴിമരുന്നിടും. അപ്പോ ആ പരസ്പരം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സമീപനത്തിലേക്ക് ഭരണകൂടവും അതുപോലെ തന്നെ ഇതിന്റെ ചാൻസലർ ഉൾപ്പെടെയുള്ള ഗവർണർ ഉൾപ്പെടെയുള്ള സംവിധാനം വരുമ്പോഴാണ് നമുക്ക് ആ ഉദ്ദേശിച്ച വിധത്തിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുക. അപ്പൊ അതുകൊണ്ട് അത് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കപ്പെടുന്നത്. ഇത് ആരോപണം ഉന്നയിക്കപ്പെടുന്ന ആളുകളെ വേറെന്തെങ്കിലും പേര് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് ഒഴിച്ചുകൊടുകയല്ല നമ്മൾ കണ്ടത്. നമ്മൾ ഇതിന്റെ യാഥാർത്ഥ്യത, ഇതിൽ വേറെ ഒരു താല്പര്യവുമില്ല. നമ്മുടെ വിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളതിനേക്കാളേറെ മികച്ചു തന്നെ പുതിയ സാങ്കേതിക മുന്നേറ്റത്തിനോടൊക്കെ താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു റിസൾട്ട് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കപ്പെടുന്ന ഇപ്പോൾ ഈ 3 വൈസ് ചാൻസലർമാർ ഈ യോഗത്തിൽ പങ്കെടുത്തതുകൊണ്ട് എന്തോ വലിയ കാര്യങ്ങൾ സംഭവിക്കും എന്നതുകൊണ്ടല്ല. പക്ഷേ ഈ ചെറിയ ചലനങ്ങൾ പോലും നിരീക്ഷിച്ച് അത് ഭാവിയിൽ അതൊരു വലിയ സ്ഫോടനങ്ങളായി മാറാതിരിക്കാൻ അതിനുള്ള ശ്രമം നടത്തുകയാണ്, അതല്ലെങ്കിൽ അതിനുള്ള മുന്നറിയിപ്പ് നൽകുകയാണ് ഈ സംഘടനകൾ ചെയ്യുന്നത്. അതാണല്ലോ ഈ മുസ്തഫ പറഞ്ഞതിൻ്റെ ഒരു ഏകദേശ രൂപം എന്ന് പറയുന്നത്. ശ്രീ മഞ്ജുഷ്, അത് വെറും വിവരക്കേട് മാത്രമാണ്. കാരണം അങ്ങനെ ആരെങ്കിലും നിരീക്ഷിച്ചതുകൊണ്ടോ അഭിപ്രായം പറഞ്ഞതുകൊണ്ടോ എന്തിനെ തടയാമെന്നാണ് ഇവർ ശ്രമിക്കുന്നത്? എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമുണ്ട് എങ്കിൽ അത് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾ അതിനെ തടയേണ്ടതായിട്ടുള്ളൂ. നേരത്തെ ശ്രീ ഗോപകുമാർ പറഞ്ഞതുപോലെ ഇതിൽ എവിടെയാണ് കാവ്യവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം, അത് അക്കാഡമിക് രംഗത്ത് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ പറയണം. ഇന്നതുപോലെയാണ് അവർ കൊണ്ടുവരുന്നത്. അല്പം മുമ്പ്
ഇവിടെ ശ്രീ ഷാക്കിർ പറഞ്ഞിരുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അത് രണ്ടും നുണയാണ് എന്നുള്ളത് നമുക്ക് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അറിയാവുന്ന കാര്യമാണ്. ഇതേപോലെയുള്ള കാര്യങ്ങളെ വെറുതെ വലിയ നുണകൾ ഇങ്ങനെ പ്രചണ്ഡമായിട്ട് അടിച്ചിറക്കുക എന്ന് പറയുന്നതല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തം. ഇപ്പൊ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ VC ആയിരുന്ന സമയത്ത് ശ്രീ PK അബ്ദുൽ അസീസ് അദ്ദേഹം ഒരിക്കൽ കേരളത്തിൽ വരുന്നു. വർഷങ്ങൾക്ക് മുമ്പ്, എനിക്കൊന്നൊരു 15 കൊല്ലത്തിന് മുകളിലായിട്ടുണ്ടാവും. അന്ന് വന്ന സമയത്ത് അദ്ദേഹം പാണക്കാട് പോയിട്ട്, അന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്, അദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹത്തെ കണ്ടത് എന്തിനാ? വേണമെങ്കിൽ ആൾക്കാർക്ക് വിവാദം ഉണ്ടാക്കാം. പാണക്കാട് തങ്ങളെ വന്ന് കാണുന്നത് എന്തിനാണ്? തങ്ങളുടെ അവിടെ നിന്നല്ലല്ലോ ഇവിടുത്തെ സിലബസ് കൊണ്ടുപോകുന്നത്. അപ്പൊ എന്തിനാണ് അങ്ങനെ വന്ന് കാണുന്നത് എന്ന് ചോദിക്കാം. പക്ഷെ അത് അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷനാണ്. അദ്ദേഹത്തിന് വന്ന് കാണാം, ആൾക്കാരെ കാണാം. അതുമായി ബന്ധപ്പെട്ട് വേറെ ചില കോൺട്രവേഴ്സീസ് അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റി ഒരുപക്ഷെ മഞ്ജുഷ് ഓർക്കുന്നുണ്ടാവും. കേരള കലാമണ്ഡലത്തിന്റെ വൈസ് ചാൻസലറായിട്ട് ശ്രീ PN സുരേഷ് ഇരിക്കുന്ന സമയത്ത് തന്നെ നായർ സർവീസ് സൊസൈറ്റിയുടെ ബോർഡ് അംഗമായിരുന്നു. പിന്നീട് ബോർഡും ഇവരും തമ്മിൽ, സർക്കാരും ബോർഡും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ പിന്നെ സർക്കാരും NSSും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചർച്ച ചെയ്തതിന് ശേഷമാണ് ആ സ്ഥാനം ഒഴിയുന്നത്. എന്ന് വെച്ചാൽ സമുദായ സംഘടനകളിലോ മതപരമായിട്ടുള്ള സംഘടനകളിലോ രാഷ്ട്രീയമുള്ള സംഘടനകളിലോ ഒക്കെ ഇവർക്ക് അഫിലിയേഷൻ ഉണ്ടാകുന്ന ഒന്നും തന്നെ നടാടെ നമ്മൾ ആരും കേൾക്കുന്ന ഒരു കാര്യമല്ല. ഏതെങ്കിലും രീതിയിൽ അതിനെ എതിർക്കേണ്ടുന്ന കാര്യമല്ല. എതിർക്കണമെന്നുണ്ട് എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ കാവ്യവൽക്കരണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, അതാണ് ആശങ്കയെങ്കിൽ അതിന് തെളിവുകൾ വേണം. അതല്ലാതെ കേവലം ഇവരീ പറയുന്ന ശ്രീ മുസ്തഫയാണെങ്കിലും ഷാക്കിറാണെങ്കിലും മറ്റെല്ലാവരും പറയുന്ന ആരോപണത്തിന് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ: അയാളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അയാൾ വരുന്ന പ്രസ്ഥാനവും ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് നിങ്ങൾ കാണാൻ പോകണ്ട. അതെന്ത് തരത്തിലുള്ള ജനാധിപത്യ സംസ്കാരമാണ്? അത് സത്യത്തിൽ ഒരു പ്രത്യയശാസ്ത്ര പോലീസിങ് അല്ലെങ്കിൽ സദാചാര പോലീസിങ് എന്ന് വേണം അതിനെ വിളിക്കാൻ. സത്യത്തിൽ ഒരു VC ഒരു പരിപാടിയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ സർവകലാശാല കാവ്യവൽക്കരിക്കപ്പെടും എന്ന ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർക്ക് സർവകലാശാലകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി ABCD അറിയാത്തതുകൊണ്ടാണ്. ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കാനായിട്ട് VC പോയാൽ സർവകലാശാലയുടെ വിദ്യാഭ്യാസ നയം മാറുന്നുണ്ടോ? സർവകലാശാലയുടെ നിയമങ്ങൾ മാറുന്നുണ്ടോ? അതിന്റെ സ്റ്റാറ്റ്യൂട്ട് മാറുന്നുണ്ടോ? അവിടെ ആരെയെങ്കിലും നിയമിക്കണമെങ്കിൽ അതിന്റെ രീതികൾ മാറുന്നുണ്ടോ? അവിടുത്തെ സിലബസ് മാറുന്നുണ്ടോ? അവിടുത്തെ പരീക്ഷയുടെ രീതി മാറുന്നുണ്ടോ? അവിടുത്തെ റിസർച്ച് പോളിസി, ഗവേഷണ നയം അത് മാറുന്നുണ്ടോ? അതിന്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറുന്നുണ്ടോ? അതൊന്നും മാറുന്നില്ല. ഇനി ഈ മീറ്റിംഗിൽ പോയതിനു ശേഷം ബ്രെയിൻ വാഷ്ഡ് ആയിട്ട് വന്നിട്ട് ഈ VC ഒറ്റയ്ക്ക് ഒരു പേപ്പറിൽ എഴുതി കുറെ കാര്യങ്ങൾ നാളെ മുതൽ നടപ്പാക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പാക്കാനായിട്ടാണോ ഈ സംവിധാനം ഉള്ളത്? ഇതൊരു പ്രൊസീജറൽ സിസ്റ്റം അല്ലേ? ഒരാൾക്ക് മാത്രമായിട്ട് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ? അപ്പൊ ഇത് ഈ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുന്ന സമയത്ത് ഞങ്ങൾ ഇതിന്റെ ആശങ്ക അറിയിക്കുന്നു എന്നുള്ളതല്ല. ഒരു കാര്യവുമില്ലാതെ വെറുതെ പുലി വരുന്നേ പുലി എന്ന് പറഞ്ഞു വിളിച്ചുപോയി ആൾക്കാരിൽ ആശങ്ക ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് വേറെ പല ന്യായങ്ങൾ പറയും. ഇപ്പൊ കേട്ടില്ലേ നമ്മൾ അക്കാദമിക് മൂല്യം ഇല്ലാത്ത പരിപാടികളിൽ പോകുന്നു. ഞാൻ പറഞ്ഞത് ഈ പോകുന്ന പരിപാടിക്ക് അക്കാദമിക് മൂല്യം ഉണ്ടോ ഇല്ലെന്ന് ആരാ തീരുമാനിക്കുന്നത്? സമസ്തയാണോ തീരുമാനിക്കുന്നത്? കോൺഗ്രസ് പാർട്ടിയാണോ തീരുമാനിക്കുന്നത്? ഇപ്പൊ ഒരു വൈസ് ചാൻസലറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏത് പരിപാടിയിൽ പങ്കെടുക്കണം, ആരുടെ ഏത് പ്രഭാഷണം കേൾക്കണം എന്നുള്ളത് അദ്ദേഹമാണോ തീരുമാനിക്കേണ്ടത്, അതോ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരും സമസ്തയുമാണോ തീരുമാനിക്കേണ്ടത്? ഇപ്പോ ശ്രീ ഗോപകുമാർ ഇവിടെ പറഞ്ഞതുപോലെ ചരിത്രവുമായി ബന്ധപ്പെട്ട താല്പര്യമുള്ള ആൾക്കാർ അതിന് പോകും, രാഷ്ട്രീയം കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അതിന് പോകും, സാഹിത്യം കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അതിന് പോകും, സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ നവോത്ഥാനം ഇതുമായി ബന്ധപ്പെട്ട ആശയധാരകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ആ പ്രഭാഷണം കേൾക്കാൻ പോകും. ചിലപ്പോൾ അവിടെ പോയി സെഷൻസ് അവതരിപ്പിക്കും, പേപ്പർ പ്രസന്റ് ചെയ്യും. ഞാൻ പറഞ്ഞു, ഇതൊക്കെയാണ് ഈ നമ്മൾ ഈ പറയുന്ന അക്കാദമിക് ലോകത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത്. അത് ഇവോൾവ് ചെയ്ത് വരുന്നത് അങ്ങനെയാണ്. അതിനാണ് അക്കാദമിക് മൂല്യം എന്ന് പറയുന്നത്. ശരി, ശ്രീ CK ചാക്കോ, നിങ്ങൾ വരച്ച വരയിൽ ഈ വൈസ് ചാൻസലർമാർ നിൽക്കുന്നില്ല എന്നുള്ള കാരണമാണല്ലോ ഇതിന് പിന്നിൽ ഉള്ളത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു, തിട്ടൂരം ഇറക്കുന്നു. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഗോൾവൽക്കറുടെ കാര്യത്തിൽ VD സതീശൻ തന്നെയല്ലേ അന്ന് പങ്കെടുത്തത്? പിന്നെ എനിക്ക് സംസാരിക്കാൻ സമയം തരണേ. വളരെ വിശദമായി പറയുമ്പോൾ മഞ്ജുഷ് ഇടപെട്ടിട്ടില്ല. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് മുസ്തഫ മുണ്ട് മാഷ്ക്ക് വിവരക്കുറവാണ്. ഞാൻ പറഞ്ഞത് കളവാണെന്നാണ്. ഈ കളവും വിവരക്കേടും അതുപോലെ തന്നെ പിന്നെ വളരെ മോശപ്പെട്ട രാജ്യത്തെ രാജ്യവിരുദ്ധ പ്രവർത്തനവും എല്ലാം ചേർന്നതാണ് യഥാർത്ഥത്തിൽ RSS. നമ്മൾ പറയുന്നത് ഈ VC വ്യക്തിപരമായി RSSന് പിന്നെ വേണ്ടി പണിയെടുക്കുന്നതോ അല്ലെങ്കിൽ ഗണഗീതം പാടുന്നതോ കുറുവടി എന്തുന്നതോ നിക്കറിടുന്നതോ ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ വൈസ് ചാൻസലർ എന്ന മഹത്തായ പദവിയിൽ ഇരുന്നു കൊണ്ട് ഈ തെമ്മാടിത്തരം ചെയ്യാൻ പാടില്ല. അതിന് വേറെ വാചകമില്ല. നിങ്ങൾ RSSന് വെള്ള പൂശാൻ ശ്രീജിത്ത് പണിക്കരോ മഞ്ജുഷോ ആര് ശ്രമിച്ചാലും അവർ രാജ്യദ്രോഹികളാണ്, ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കികളാണ്, അവർ രാജ്യത്തെ വിഭജനത്തിൻ്റെ ആളുകളാണ്. ഇപ്പോഴും നേരത്തെ ശ്രീജിത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞത് അവർ പിന്നെ സർക്കാർ സ്പോൺസേഡ് കൊലപാതകങ്ങൾ ആസൂത്രിതം നടക്കുന്നത് തെറ്റാണ്. നിങ്ങൾ എന്തിനാണ് ശ്രീജിത്ത് പണിക്കരെ ഇത്തരം പിന്നെ വസ്തുതകൾ മറച്ചു വെക്കുന്നത്? ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ബീഹാർ, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ പ്ലീസ് നിങ്ങൾ പറഞ്ഞ ഞാൻ പറയാം, പ്ലീസ് ഞാൻ പറയാം. ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഇലക്ഷൻ
റിസൾട്ട് വന്നതിന് ശേഷം ബീഹാറിലും ബംഗാളിലൊക്കെ പോയിരുന്നു. എന്തിനാ പോയെന്നറിയോ? ബീഹാറിലെ ഒരു മൗലാന ഹുസൈൻ റാസ എന്ന് പറയുന്ന 30 വയസ്സായ ഇസ്ലാമിക പണ്ഡിതനെ RSS അതിക്രൂരമായി ബറേലിയിൽ വെച്ച് ട്രെയിനിൽ വെച്ച് പിന്നെന്താ പറയുക ക്രൂരമായി തള്ളിയിട്ട് കൊലപ്പെടുത്തി. അദ്ദേഹത്തിന്റെ വീട്ടിലെ ബീഹാറിൽ ഞങ്ങൾ പോയത്. ഉത്തർപ്രദേശിൽ ഒരു FIR പോലും രേഖപ്പെടുത്തില്ല. ഞങ്ങൾ പോയ ശേഷമാണ്, അവിടുത്തെ സർക്കാർ ഇടപെട്ട ശേഷമാണ് അവിടെ FIR രേഖപ്പെടുത്തിയത്. അതുപോലെ അവിടെ ഒരു മിനിറ്റ് പറയട്ടെ. ബീഹാറിലെ മധുബനി എന്ന സ്ഥലത്ത് 30 വയസ്സായ റോഷൻ ഖാത്തൂൻ എന്ന് പറയുന്ന ഒരു സഹോദരിയെ അവിടുത്തെ സർപഞ്ചിന്റെ ഭർത്താവും മറ്റും ചേർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു, ആക്രമിക്കുന്നു. അതിനുമെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ BJP സർക്കാർ തയ്യാറായില്ലെന്ന് മാത്രമല്ല ഈ RSSകാരായ പ്രതികളെ സംരക്ഷിക്കുന്നു. ഞാൻ അതിന്റെ തൊട്ടടുത്ത ദിവസം ഞാനും അഡ്വക്കേറ്റ് ഷിബു മീരാനും ബംഗാളിലൂടെയാണ് തിരിച്ചു പോരുന്നത്. അന്ന് ബംഗാളിൽ BJP അധികാരത്തിൽ നിന്ന് തൊട്ടടുത്ത ദിവസമാണ്. ബുൾഡോസർ രാജിവെക്കുന്നു, പിന്നെ നടപ്പിലാക്കുന്നു. അതിനെതിരെ പ്രതികരിക്കുന്ന മുസൽമാന്മാരെ അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരാളെയും ഉപദ്രവിച്ചിട്ടില്ല, ഒരു രാജ്യവിരുദ്ധ പ്രവൃത്തി നടത്തിയിട്ടില്ല, ഒരു നിയമവിരുദ്ധ പ്രവൃത്തി നടത്തിയിട്ടില്ല. അവർ മുസ്ലിം നാമധാരികളാണ് എന്നത് കൊണ്ട് മാത്രം കൊലപ്പെടുത്തുന്നത് ശരിയാണോ ശ്രീജിത്ത് പണിക്കരെ? നിങ്ങളും ഈ RSSന്റെ ക്രൂരതയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയാണോ? ഞങ്ങൾ പറയുന്നത് വസ്തുതാപരമാണ്. എന്തിനാണ് ശരിക്കും ഒരു മിനിറ്റ് പറയട്ടെ. ഈ ഹൈന്ദവ മതത്തിന്റെ ഭാഗമായി ഇങ്ങനെ ആരെയെങ്കിലും കൊലപ്പെടുത്തണമെന്ന് അതിന്റെ ഏതെങ്കിലും വേദപുസ്തകങ്ങളിലോ മറ്റോ പറയുന്നുണ്ടോ? ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത് ഒരു മതവും ഹിന്ദുമതമല്ല, ഒരു മതവും ഒരു ജീവിയെയും ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുകയാണ്. എന്നാൽ RSS, ഞാൻ പറയട്ടെ, RSS ഹിന്ദുമതത്തിനെതിരാണ്, നമ്മുടെ രാജ്യത്തിനെതിരാണ്. ആ കൂട്ടരുടെ പിന്നാലെ പോയി അവർക്ക് കൈയടിച്ചു കൊടുക്കാൻ, അതിന്റെ സുപ്രീമോയുടെ കൂടെ വേദി പങ്കിടാൻ, അതിന്റെ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ വൈസ് ചാൻസലർ എന്ന മഹനീയ പദവിയിൽ ഇരുന്നു കൊണ്ട് ഇവർ ചെയ്തിട്ടുള്ളത് കടുത്ത പാതകമാണ്. അത് മുസ്ലിം ലീഗിന്റെ തിട്ടൂരമോ കോൺഗ്രസിന്റെ തിട്ടൂരമോ അല്ലെങ്കിൽ VD സതീശനോ KC വേണുഗോപാലോ മറ്റേതെങ്കിലും സാമുദായിക നേതാക്കന്മാരോ പിന്നെ അതിനെതിരെ പറയുന്നത് അവർക്കാർക്ക് പ്രത്യേകിച്ച് നഷ്ടം ഉണ്ടായിട്ടില്ല. നമ്മുടെ മഹത്തായ പാരമ്പര്യമുണ്ട് ഇന്ത്യക്ക്. നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരുപാട് കാലമായി തുടർന്നു പോരുന്ന ഒരു വിദ്യാഭ്യാസ രീതിയുണ്ട്. പിണറായി വിജയന്റെ സർക്കാർ അതിന്റെ മറുപടി പറയുന്നില്ല കേട്ടോ. കാരണം ഇപ്പോൾ രാജിവെക്കണം, മാപ്പ് പറയണം എന്ന് പറയുമ്പോൾ ആരൊക്കെ മാപ്പ് പറയണം എന്ന രീതിയിലുള്ള ആവശ്യം ഉയരുന്നത് ഈ കാരണം കൊണ്ടാണ് ശ്രീ ഷാക്കിർ. അപ്പോൾ അതിനുള്ള മറുപടി കൂടി വേണം. മഞ്ജുഷ പറഞ്ഞു കേട്ടില്ല, ഒന്നുകൂടി ആവർത്തിക്കും. ഇവിടെ ശ്രീ ഉന്നയിച്ച കാര്യമുണ്ടല്ലോ, 2006 പറവൂരിൽ VD സതീശൻ ഗോൾവൽക്കറുടെ ശതാബ്ദിയിൽ പങ്കെടുത്ത കാര്യം. അതിനെക്കുറിച്ച് ഇപ്പോൾ ഈ മാപ്പ് പറയണമെന്ന ആവശ്യം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോൾ ഇത് റിവേഴ്സ് ചെയ്ത് വരുന്നുണ്ട് അന്നത്തെ കാര്യവും. അല്ല മഞ്ജുഷ, ഇതൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. നിങ്ങൾ തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മറുപടി പറയേണ്ടത് അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വക്താവ് അല്ല ശ്രീജിത്ത് പണിക്കരെ, ഞാൻ VD സതീശന്റെ വക്താവ് പറയാം. ഞാൻ VD സതീശന്റെ വക്താവായി ഇവിടെ വന്നിരിക്കല്ല. അദ്ദേഹം തന്നെ കൃത്യമായത് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളെ പ്രതിരോധത്തിലാക്കാമെന്ന് നിങ്ങൾ കരുതുന്നില്ല, അത് നടക്കുന്ന കാര്യമില്ല. ഞാൻ പറയട്ടെ കാര്യം ഈ സർക്കാർ VD സതീശന്റെ സർക്കാർ പോളിസി നിങ്ങൾ കണ്ടോ? ആ സുഗതൻ എന്ന് പറയുന്ന പറയട്ടെ പ്ലീസ്, പറയട്ടെ. സുഗതൻ എന്ന് പറയുന്ന ക്രിമിനലിനെ കാപ്പ കേസിലെ പ്രതിയെ തൂക്കിയെടുത്തിട്ട് VD സതീശന്റെ ഗവൺമെന്റ് വന്ന ശേഷം 2023 ഞാൻ പറയട്ടെ എന്താ പറയാ സമയത്ത് പ്ലീസ്. VD സതീശന്റെ സർക്കാർ വന്ന ശേഷം 2023 2025 കാപ്പ കേസ് ചുമത്തി പ്രതിയായിട്ടുള്ള കടുത്ത ഗുണ്ടയായിട്ടുള്ള ഒരാളെ അങ്ങനെ പോലീസ് സമ്മതിച്ചിരുന്നു. നടപ്പിലാകാൻ പോകുന്നില്ല. അല്ല, അന്നൊക്കെ ഇതേ നിലപാട് തന്നെയാണ്. നിങ്ങൾ കണ്ടില്ലേ ഈ ഗവൺമെന്റ് വന്ന ഉടനെ അത് കോർപ്പറേഷൻ വേറെ എന്താണ് വിഹാരത്തിന് വിട്ടിട്ടില്ല, ജയിലിൽ അടച്ചിട്ടുണ്ട് സർക്കാർ ഗവൺമെന്റ്. നിങ്ങൾ നോക്കി, മിടുക്കനായ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല കൃത്യമായി പറഞ്ഞു, നിങ്ങൾ RSSന്റെ
അല്ല, RSSന്റെ ഒരു കലാപരിപാടികളും ഒരു അജണ്ടയും കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നില്ല. അത് അനുവദിക്കുന്ന പ്രശ്നമില്ല. 6 ഏക്കറല്ല, അതിനപ്പുറത്തുള്ള RSS ഏജന്റ് വന്നാലും അത് ഈ കേരളക്കരയിൽ നടപ്പിലാവില്ല എന്ന് തീർച്ചയായിട്ടും പറയാം. അത് നമ്മുടെ രാജ്യത്തെ നിയമത്തിൽ നിന്നുകൊണ്ട്, ജനാധിപത്യ സംവിധാനത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ വേറെ ഇതിനകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ. ഇതിനകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ അല്ല, RSSന് ഒരു കാരണവശാലും സ്പേസ് കൊടുക്കില്ല എന്ന് തെളിയിക്കുവാനുള്ള കുറച്ച് പ്രസ്താവനകൾ നടത്താം. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇതിനകത്തൊന്നും നടക്കാൻ പോകുന്നില്ല. അത് ഷാക്കിറിനും അറിയാമല്ലോ. അല്ല മഞ്ജുഷേ, ഇത് നമ്മുടെ നിയമത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇത് ആക്ട് അനുസരിച്ച് ചാൻസലർ ഗവർണറാണ്. ആ ഗവർണർക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്ന സംഗതി അദ്ദേഹം നാഗ്പൂരിൽ നിന്നുള്ള RSSന് നിർദ്ദേശമനുസരിച്ച് തീരുമാനമെടുക്കുന്നതിന് പകരം നമ്മുടെ രാജ്യത്തിന്റെ ഒരു പാരമ്പര്യം, വിദ്യാഭ്യാസത്തിന്റെ നിലവാരമൊക്കെ നോക്കി എടുക്കണമെന്നാണ്. അതിന് അദ്ദേഹം തയ്യാറാവാതെ RSSകാരനാണെന്നുള്ള ധാരണയിലാണ് അദ്ദേഹം ഇപ്പോൾ നിലപാടെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല. അത് നമ്മുടെ നാടിന് അപമാനകരമാണ്. അതുകൊണ്ടാണ് ശ്രീ KC വേണുഗോപാലും മുഖ്യമന്ത്രിയും പറഞ്ഞത് ഇവർ VCയുടെ മഹത്വത്തെ അപമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ നമുക്കാർക്ക് വലിയ നഷ്ടമുണ്ടോ? ഇവർ കാവ്യവൽക്കരണം ഇവിടെ നടപ്പിലാക്കാൻ ഗവൺമെന്റ് സമ്മതിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇവരാ പദവിക്ക് ചേർത്ത പണിയല്ല ചെയ്തിട്ടുള്ളത്. ശരി, ശ്രീത് മറുപടി. അല്ല, എന്തിനാണ് മറുപടി പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ശ്രീ ഷാക്കിറിനോട് വളരെ ഡയറക്റ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് അദ്ദേഹം ഉരുണ്ട് കളിക്കുന്നത് ഇവിടെ ആൾക്കാർക്ക് എല്ലാവർക്കും കാണാം. ഷാക്കിറെ, എന്റെ ചോദ്യം വളരെ ഡയറക്റ്റ് ആണ്. നിങ്ങൾ ഈ പറയുന്ന എല്ലാ പാപഭാരങ്ങളും നിങ്ങൾ ആരോപിക്കുന്ന RSSന്റെ രണ്ടാമത്തെയും ഏറ്റവും ദീർഘകാലം അവരുടെ സർസംഘചാലകമായിരുന്ന MS ഗോൾവൾക്കർ, താങ്കൾ ഈ RSSന് മേൽ ആരോപിച്ചിരിക്കുന്ന ഗാന്ധിവധം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുമ്പോൾ RSSന്റെ തലപ്പത്തുണ്ടായിരുന്ന MS ഗോൾവൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് 2006 പറവൂരിലുള്ള ഒരു സ്കൂളിൽ ശ്രീ VD സതീശൻ അദ്ദേഹത്തിന്റെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി. ആ ചടങ്ങിൽ അദ്ദേഹം സംബന്ധിച്ചു. ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട ഏതാനും മാസങ്ങൾക്ക് മുൻപ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ ഇതിന്റെ ചിത്രമടക്കം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് സതീശൻ മിണ്ടില്ല ഒരക്ഷരമെന്ന് പറഞ്ഞതിന് ശേഷം ശ്രീ സതീശൻ മിണ്ടിയിട്ടില്ല. സതീശനോട് ഇതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് സതീശൻ അതിനെപ്പറ്റി പറയുന്നില്ലെന്നേ. അതിനെ തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട് 2022 ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തൽ 2001-ലും 2006-ലും ശ്രീ VD സതീശൻ പറവൂരിൽ RSSനോട് പിന്തുണയ്ക്കണം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു എന്നുള്ള ഒരു പരസ്യമായിട്ടുള്ള പ്രഖ്യാപനം വന്നതിനെ കുറിച്ചും ശ്രീ പിണറായി വിജയൻ പറയുന്നു. മറ്റെല്ലാ കാര്യത്തിനും കമന്നു കിടന്ന് ബംഗാളിൽ പോയി ബീഹാറിൽ പോയി ന്യായീകരിച്ചതിന് ശേഷം നിങ്ങളുടെ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാൻ ഞാൻ പറഞ്ഞു കഴിയട്ടെ. അപ്പൊ അങ്ങനെ ചോദ്യത്തിന് മറുപടി പറയാനല്ലോ, ചോദ്യത്തിന് മറുപടി വേണ്ട. ഷാക്കിറെ മിണ്ടല്ലേ, ഷാക്കിറെ പറയട്ടെ. അപ്പോ അങ്ങനെയുള്ള VD സതീശനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് താങ്കൾക്ക് മറുപടി ഇല്ല, ഉരുളുകയാണ്. താങ്കൾ വെളുപ്പിക്കാനായിട്ട് പെയിന്റ് എത്ര കൊണ്ടുവന്ന് അടിച്ചാലും താങ്കൾ പറയുന്നത് താങ്കൾ പ്രതിരോധത്തിലായി സമ്മതിച്ചില്ലേ? ആ മറുപടിയാണ് അല്ലല്ല, ഈ അവസരം കളഞ്ഞ സ്ഥിതിക്ക് അടുത്ത അവസരത്തിൽ പറയും. ഈ അവസരം കളഞ്ഞ സ്ഥിതിക്ക് ഷാക്കിറെ അതിനുള്ള മറുപടി ഇപ്പോൾ പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഗോൾവൾക്കറുടെ കാര്യത്തിൽ ഇതുവരെ മറുപടി പറഞ്ഞില്ല. ഇപ്പോൾ മറുപടി ഓർത്തിട്ടുണ്ടെങ്കിൽ അത് പറയാം. അല്ല, മറുപടി ഓർത്തിട്ടുണ്ടെങ്കിൽ പറയാം. താങ്കൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയാം ഇപ്പോൾ. അല്ല, അതിനുള്ള മറുപടിയാണ് അതിനുള്ള മറുപടി ശ്രീ VD സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വളരെ തന്ത്രപരമായി എന്റെ സുഹൃത്ത് ശ്രീജിത്ത് പണിക്കർ ഉരുണ്ട് കളിക്കുകയാണ്. വാദങ്ങളിൽ നിന്നൊക്കെ പോയി ഇപ്പൊ പറവൂരിൽ VD സതീശൻ ഏതോ കാലത്ത് ഏതോ പരിപാടി പങ്കെടുത്തു എന്നാ പറയുന്നത്. ഏതോ പരിപാടിയിൽ പങ്കെടുത്തു തൂക്കിയെടുത്ത് ഇപ്പൊ കണ്ടോ? അതാണ് VD സതീശൻ. മാത്രമല്ല TP സെൻകുമാർ അല്ല പറയട്ടെ, TP സെൻകുമാറിനെ പോലെയുള്ള ആളുകൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൃത്യമായി പറഞ്ഞു BJPയും CPM ചേർന്ന് പരാജയപ്പെടുത്തേണ്ട ആദ്യത്തെ ആള് VD സതീശനാണ്. അതായത് TP സെൻകുമാറിനെ പോലെയുള്ള സംഖ്യയായിട്ടുള്ള ആളുകൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ ഓർമ്മയുണ്ടാകും. CPM ഒന്നാമത്തെ ആളാണ് ശ്രീ VD സതീശൻ എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞതാണ്. ആ ഓർമ്മയുണ്ടല്ലോ മഞ്ജുഷിന്, ഓർമ്മയില്ലേ മഞ്ജുഷ? അത് ഓർമ്മയില്ലേ മഞ്ജുഷിന്? അത് ഓർമ്മയില്ലേ മഞ്ജുഷെ? BJPക്കാരുടെ അജണ്ടയിൽ ഒന്നാമതായി തോൽപ്പിക്കേണ്ടത് BJP CPM ഡീലിൽ അല്ല. നിങ്ങൾക്ക് അതൊക്കെ തോന്നും പറയാതെ നിർത്തുമ്പോ നിങ്ങൾക്കത്. അതായത് VD സതീശൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ് നേരത്തെ. ഇതാണ് ഷാക്കിറിന്റെ വാദം. മറുപടി പറയാം. പിണറായി വിജയൻ 3 മാസങ്ങൾക്ക് മുമ്പ് ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ഭാഗം കൂടിയുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് 2006 പറവൂർ മനക്കപ്പടി സ്കൂളിൽ 2006 ഫെബ്രുവരി മാസം
ഗോൾവൽക്കറുടെ ജന്മശതാബ്ദിയുമായി ബന്ധപ്പെട്ട് ശ്രീ വി ഡി സതീശൻ പങ്കെടുത്തു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളപ്പോഴെല്ലാം 2013 മറ്റൊരു ചടങ്ങിൽ തൃശ്ശൂരിൽ വെച്ച് വിവേകാനന്ദനുമായി ബന്ധപ്പെട്ട ഒരു പുസ്തക പ്രകാശനത്തിന്റെ ചടങ്ങിൽ RSSന്റെ ചടങ്ങിൽ പങ്കെടുത്തു എന്നാണ് അദ്ദേഹം ന്യായീകരിക്കുന്നത്. അതേപോലെയുള്ള സമാനമായിട്ടുള്ള ചടങ്ങുകളിൽ VS അച്യുതാനന്ദനും പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഇവന്റിനെ അവിടെ കൊണ്ടുവന്ന് ന്യായീകരിച്ച് മുങ്ങാനാണ് സതീശൻ ശ്രമിക്കുന്നത് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. 2006 ഇൻസിഡന്റിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് 2013 പറ്റി പറയുന്നു. ഷാക്കിർ ഇപ്പോഴും ഉരുളുകയാണ്. അത് തന്നെയാണ് പ്രശ്നം. എന്റെ ചോദ്യം ലളിതം. 2006 ഗോൾവൽക്കറുടെ ജന്മശതാബ്ദിയിൽ വി ഡി സതീശൻ പോയിട്ടുണ്ടോ? അതിന്റെ ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. ആ ചിത്രം AI ജനറേറ്റഡ് ആണോ? അത് ഫേക്ക് ആണോ? ആണെങ്കിൽ അത് നിർമ്മിച്ചിരിക്കുന്ന ആൾക്കാർക്കെതിരെ കേസ് എടുക്കുമോ? ഇതാണ് ചോദ്യം. അതല്ലെങ്കിൽ ശ്രീ വി ഡി സതീശൻ ഗോൾവൽക്കറുടെ അന്നത്തെ ആ ചടങ്ങിൽ എന്തിനു പോയി എന്നതിനെ കുറിച്ച് ഷാക്കിർക്ക് പറഞ്ഞാൽ മതിയേ. കാരണം ഗോൾവൽക്കർ അന്നത്തേക്ക് ഇല്ല, പണ്ടായിരുന്നു. ഗോൾവൽക്കർ ഈ വിചാരധാര പുസ്തകം എഴുതിയിരിക്കുന്നത് പണ്ടായിരുന്നു. അന്നായിരുന്നു അദ്ദേഹം സർസംഘചാലകായിരുന്ന സമയത്തായിരുന്നു ഗാന്ധി വധം. അതിനുശേഷമാണ് RSS അത് നിരോധിച്ചത്. അതിനുശേഷം നിരോധനം നീക്കിയപ്പോഴും അദ്ദേഹമാണ്. പിന്നീട് അടിയന്തരാവസ്ഥ വരുന്ന സമയത്തേക്ക് മാത്രമേ ആള് മാറുന്നുള്ളൂ എന്ന് പറയുമ്പോൾ 32 വർഷം അവിടെ ഇരുന്നത് ഗോൾവൽക്കറാണ്. അപ്പൊ 2006 2013 സതീശന് ഗോൾവൽക്കറെ അറിയാഞ്ഞിട്ടാണോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഷാക്കിർ അതിന് മറുപടി പറയാതെ ഷാക്കിർ ഉടനെ എന്തുകൊണ്ട് വരും? സുഗതനിലേക്ക് ഓടും. ഷാക്കിർ അതിന് കഴിഞ്ഞ് തിരിഞ്ഞു വന്നിട്ട് സെൻകുമാറിലേക്ക് പോകും. ഞാൻ പറഞ്ഞു ഷാക്കിർ അവിടെ നിൽക്ക്, നമുക്ക് ഈ ഒരു വിഷയം തീർത്തിട്ട് പോകാം. നമ്മുടെ വിഷയം ഇവിടെ RSS ആണല്ലോ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. RSSന്റെ 32 വർഷത്തെ സർസംഘചാലകിന്റെ പരിപാടിയിൽ വി ഡി സതീശൻ പോയെന്ന് പിണറായി വിജയന്റെ ആരോപണത്തിന് മറുപടി ഉണ്ട്. നിങ്ങൾ RSSനെ വെള്ളം പൂശാൻ ശ്രമിക്കല്ലേ? നിങ്ങളല്ലേ സതീശനെ പൂശിയ? ഞാൻ ഇന്നേ വരെ RSSന്റെ പരിപാടി പോയിട്ടില്ലെന്നേ. മാറില്ല. ഞാൻ RSSന്റെ പരിപാടി തെറ്റായിട്ടൊന്നുമല്ല. സതീശൻ 2 പരിപാടി പോയി. സതീശൻ എന്തിനാ RSSന്റെ പരിപാടിയിൽ പോയി എന്നുള്ളൊരു മറുപടി ഉണ്ടോ സാർ? ശ്രമം അത് സതീശൻ RSSന്റെ പരിപാടിയിൽ എന്തിനു പോയി എന്ന് ഷാക്കിറിന് മറുപടി ഉണ്ടെങ്കിൽ അത് പറയൂ. വി ഡി സതീശനോട് ചോദിച്ചു. വി ഡി സതീശനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ഞാൻ 2 ദിവസം മുമ്പ് കൂടി അദ്ദേഹത്തിനെ കുടുംബസമേതം കണ്ടതാണ്. എനിക്ക് അദ്ദേഹത്തിനോട് വ്യക്തിപരമായി നല്ല ബന്ധമാണ്. അദ്ദേഹത്തിന് ഈ RSSനോട് വിരോധമില്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഷാക്കിർ ഒരു സെക്കൻഡ്. എനിക്ക് വ്യക്തിപരമായിട്ട് ശ്രീ വി ഡി സതീശനെ അറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് കുടുംബസമേതം അദ്ദേഹത്തിനെ കണ്ടതാണ്. എനിക്ക് അദ്ദേഹത്തിനോട് നല്ല ബന്ധമാണ്. അദ്ദേഹത്തിന് RSSനോട് അങ്ങനെ ഒരു വെറുപ്പോടുകൂടി ചിന്തിക്കുന്ന ഒരാളെ അല്ല എന്ന് എനിക്ക് വ്യക്തിപരമായി ബോധ്യമുണ്ട്. അതാണ് ഒരു നല്ല രാഷ്ട്രീയക്കാരൻ. ഇതിപ്പം നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഡോക്ടർ ജി ഗോപകുമാർ, അതാണല്ലോ അതിന്റെ യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുന്നത്. മുസ്ലിം വോട്ട് ബാങ്കിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെയുള്ള വാക്ക് ശ്രീത്ത് പ്രയോഗിച്ചുകൊണ്ടാണ് അവരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രസ്താവന ഇറക്കിയേ തീരുകയുള്ളൂ. അതുതന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും ചെയ്തിരിക്കുന്നത്, പ്രതിപക്ഷ നേതാവും ചെയ്തിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഒരു ഘട്ടം കടന്നു പറയുകയുണ്ട്, അത് UDF സർക്കാരിനെതിരെയാണ്. സർക്കാർ സംഘപരിവാർ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന്. പതിവ് പല്ലവികൾ ആവർത്തിക്കുന്നു എന്ന് മാത്രമല്ലേ പറയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ LDF സർക്കാരിൻ്റെ കാലത്ത് 3 VC-മാരല്ല, അതിനേക്കാൾ കൂടുതൽ VC-മാർ പങ്കെടുത്തിരുന്നു ജ്ഞാനസഭയിൽ. ഈ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാതെ നമുക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ഒരു ആരോഗ്യപരമായ ചർച്ചയ്ക്ക് നല്ലതല്ല. പറയണമെങ്കിൽ അത് വ്യക്തമായിട്ടൊരു നിലപാടെടുത്ത് പറയണം. അല്ലാതെ ഞങ്ങൾ ചെയ്യുന്നത് ശരി, ബാക്കിയുള്ളവരുടെ തെറ്റ് എന്നുള്ള നിലപാടിലേക്ക് നമ്മൾ ഒരിക്കലും ചെന്ന് ചാടരുത്. ഞാൻ 2-3 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറയാം. ഒന്ന്, 2015 കക്കാട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് മോഹൻ ഭഗവത് പങ്കെടുത്ത ഒരു മീറ്റിംഗിൽ ഇന്നത്തെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയും അന്നത്തെ കാർഷിക സർവകലാശാല വൈസ് ചാൻസലറും ആയിരുന്ന ഡോക്ടർ B അശോക് പങ്കെടുത്തതിന് സാക്ഷി ഞാനാണ്. അതിൽ കൂടുതൽ തെളിവ് കാണിക്കാനുണ്ടോ? ഇത് ആവശ്യമില്ലാതെ RSSനെ അൺടച്ചബിൾ ആക്കി കാണിക്കുമ്പോൾ അത് തിരിച്ചടിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കുറച്ചു കഴിയുമ്പോൾ മനസ്സിലാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും 1-2 ഉദാഹരണങ്ങൾ പറയാം. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ അതിമനോഹരമായിട്ടൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ കേരള വിദ്യാഭ്യാസ രംഗത്ത് സംഭാവന ഇപ്പോൾ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിലെ കുട്ടികളെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത്? ഇത്രത്തോളം വിദ്യാഭ്യാസ കുടിയേറ്റം നടക്കുന്ന ഒരു സംസ്ഥാനം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? കേരളത്തിലെ അന്തരാഷ്ട്രീയവും ഇപ്പോൾ കാണിക്കുന്ന വർഗീയതയും എല്ലാം കൊണ്ട് ഇവിടുത്തെ കുട്ടികൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇനി ഞാൻ പെട്ടെന്ന് 3-ാമതൊരു കാര്യം കൂടി പറയാം. കുറച്ച് പഴയ കഥയാണ്, നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. വർഷം 1972. അന്ന് അച്യുതമേനോൻ ഗവൺമെന്റ്, കോൺഗ്രസ് അതിന്റെ ഭാഗമാണ്. അന്നുണ്ടായ ഒരു വലിയൊരു വിവാദം എന്റെ മനസ്സിൽ ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു. 7-ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠം ടെക്സ്റ്റിനകത്ത് ഭാരതരത്നം എന്ന് പറയുന്ന ഒരു അധ്യായം ഉണ്ടായിരുന്നു. അതിൽ ജവഹർലാൽ നെഹ്റുവിനെ ഭാരതരത്നം എന്നുള്ള നിലയിൽ കണക്കാക്കി എഴുതിയ ഒരു ടെക്സ്റ്റിൽ ഒരു ഭാഗത്ത്
പാകിസ്ഥാൻ ഉണ്ടായതിന്റെ കാരണം മുഹമ്മദ് അലി ജിന്നയാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അത് വലിയ വിവാദമാക്കി അന്നത്തെ മുസ്ലിം ലീഗ് കൊണ്ടുവന്നത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഒടുവിൽ ആ പാഠഭാഗം തന്നെ ആ പ്രത്യേക ചാപ്റ്റർ തന്നെ പിൻവലിക്കാൻ ഭാഗികമായിട്ട് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന CH മുഹമ്മദ് കോയക്ക് നിർബന്ധിതമായി. അത് വലിയ വിവാദമായി. അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന PC ചാക്കോ അതിനെതിരെ, ഗവൺമെന്റിനെതിരെ ആഞ്ഞടിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നിങ്ങളൊന്നും ഓർക്കുന്നുണ്ടാവില്ല ആ കഥകളൊക്കെ. ഒടുവിൽ ആ പുസ്തകം തന്നെ അങ്ങ് പിൻവലിച്ചു കളഞ്ഞു ആ വിവാദം തീർക്കാനായിട്ട്. ഞാൻ പറയുന്നത് കേരളത്തിൽ അമിതപരമായ വർഗീയ രാഷ്ട്രീയം കൊണ്ടുവരില്ല. അത് കൊണ്ടുവന്നാൽ കൂടുതൽ ധ്രുവീകരണം ഉണ്ടാകും. ആ ധ്രുവീകരണം ഉണ്ടാകുന്നത് മുസ്ലിം ലീഗിന് നല്ലതല്ല, മറ്റു വിഭാഗക്കാർക്ക് നല്ലതല്ല. അത് കൂടുതൽ അമിത രാഷ്ട്രീയത്തിലേക്കും വർഗീകരണത്തിലേക്കും ധ്രുവീകരണത്തിലേക്കും കൊണ്ടെത്തിക്കും. ചെയ്യരുത്. വിദ്യാഭ്യാസത്തിനും നല്ലതല്ല, പൊതുസമൂഹത്തിനും നല്ലതല്ല, കേരള രാഷ്ട്രീയത്തിനും നല്ലതല്ല. ഇത് ആവശ്യമില്ലാത്ത ഒരു വിവാദമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു അർത്ഥവുമില്ലാത്ത വിവാദമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുവേണ്ടി ചർച്ച ചെയ്ത് ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ കോർണർ ചെയ്യാൻ ശ്രമിച്ച് അദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന്റെ മറുവശത്തുണ്ടാകുന്ന വികാരം എന്താണെന്ന് കൂടി മനസ്സിലാക്കണം. ഈ രാഷ്ട്രീയം കൂടി നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിനകത്ത് ഒരു സൈഡിൽ മാത്രമല്ല രാഷ്ട്രീയം. സതീശനെ ആക്ഷേപിക്കുമ്പോൾ തീർച്ചയായിട്ടും പിണറായിയും ആ ഭാഗത്ത് ചേരും. ഇവർ രണ്ടുപേരും ചേരുമ്പോൾ മറുഭാഗത്തും കൺസോളിഡേഷൻ ഉണ്ടാകും. ഇതെന്തേ കോമൺ സെൻസിൽ മനസ്സിലാക്കാത്തത്? ഇത്തരത്തിലാണ് ആരോഗ്യപരമായ രാഷ്ട്രീയം മുന്നോട്ട് പോകേണ്ടത്. നിർഭാഗ്യവശാൽ ഇങ്ങനെയല്ല കേരള രാഷ്ട്രീയം പ്രവർത്തിക്കേണ്ടത് എന്നുള്ളൊരു അഭിപ്രായം കൂടി ഈ അവസരത്തിൽ ശരി, ശ്രീ CK ഷാക്കിർ, ലീഗാണ് സർക്കാരിനെ നിയന്ത്രിക്കുന്നത്. ആ ഒരു ടോണിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും കേട്ടോ, ഇല്ലേ ശ്രീ ഗോപകുമാർ? അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു അപവാദത്തിലേക്ക് അല്ലെങ്കിൽ ആരോപണത്തിലേക്ക് അല്ലെങ്കിൽ വസ്തുതയിലേക്ക് രാഷ്ട്രീയം കൊണ്ടെത്തിക്കഴിഞ്ഞാൽ അത് വീണ്ടും കേരളത്തിലെ വർഗീയത വളർത്തുകയേ ഉള്ളൂ, തളർത്തുകയില്ല. ശരിയാണ്. ലീഗ് മാത്രമല്ല, ലീഗ് പിന്നെ രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷേ സമസ്ത പോലെയുള്ള മതസംഘടനകളുടെ തിട്ടൂരത്തിന് വഴങ്ങുകയാണ് സംസ്ഥാന സർക്കാർ എന്ന ഒരു പ്രതിച്ഛായയിലേക്കും പോകും. ശ്രീ ഷാക്കിർ മറുപടി. അതായത് നിങ്ങൾ എന്തുകൊണ്ട് മുസ്ലിം ലീഗ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയാതിരിക്കുന്നു എന്ന് കാത്തിരിക്കുകയായിരുന്നു. അവസാനം പറഞ്ഞല്ലോ, അതായത് മുസ്ലിം ലീഗ് ഭരണത്തിൽ ഇടപെടും, മുസ്ലിം ലീഗ് ഭരിക്കും. മുസ്ലിം ലീഗിന് ജനങ്ങൾ മാൻഡേറ്റ് നൽകിയിട്ടുണ്ട്. പക്ഷേ ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിമാരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കി, ഏതെങ്കിലും തരത്തിൽ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരെടുത്ത തീരുമാനങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരാണ് ഇന്ന് കാണുന്ന യൂണിവേഴ്സിറ്റികളിൽ 95% കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഏതെങ്കിലും ഒരു സ്ഥലം, ഇപ്പം നേരത്തെ സംസാരിച്ച ശ്രീ ഗോവർ വൈസ് ചാൻസലർ ആയിരുന്നില്ലേ? അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ആളല്ലേ? അദ്ദേഹത്തിന് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആരോപണങ്ങൾ പറയാൻ കഴിയുമോ? വളരെ മനോഹരമായി ലീഗ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് ഏതെങ്കിലും മതത്തിനോ അല്ലെങ്കിൽ ജനവിഭാഗങ്ങൾക്കോ പ്രത്യേക പരിഗണനയോ ആരോടെങ്കിലും വിരോധമോ കാണിച്ചിട്ടില്ല. വളരെ സത്യസന്ധമാണ്. കാലടി ശ്രീശങ്കരാചാര്യ സർവകലാശാല കൊണ്ടുവന്നത് ലീഗാണ്. ലീഗ് അതിൻ്റെ പാരമ്പര്യം വളരെ മതേതരത്വത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ നാടിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ സ്ഥിരമായി പറയുന്ന പ്രയോഗമാണ് ലീഗാണ് നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ അതിന് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയാണ്. ജമാഅത്ത് ഇസ്ലാമി വേറൊരു സംഘടന, ലീഗ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. ഐക്യജനാധിപത്യ മുന്നണിയിലെ പ്രബല കക്ഷിയായ ലീഗ് ഐക്യജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോൾ അതിലിടപെടും, ഭരിക്കും. അത് നിങ്ങൾ എന്ത് വ്യാജ പ്രചരണം നടത്തിയിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒരു നിലപാട് മുസ്ലിം ലീഗ് മന്ത്രിമാർ സ്വീകരിച്ച ഏതെങ്കിലും ഒരു നയപരിപാടികൾ നമ്മുടെ കേരളക്കരയിലെ ഏതെങ്കിലും ജനവിഭാഗത്തിന് പ്രയാസകരമായിട്ടുണ്ടോ? നിങ്ങൾ നോക്കുക, ഇന്ന് IT രംഗത്ത് കേരളം വളരെ പിറകിൽ പോയി. കുഞ്ഞാലിക്കുട്ടി സാഹിബ് IT വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് IT രംഗത്ത് നമ്മളായിരുന്നു, കേരളമായിരുന്നു. ആ രീതിയിൽ എല്ലാ മേഖലയെയും മുന്നോട്ട് കൊണ്ടുവന്ന് നമ്മുടെ എല്ലാ ജനങ്ങളും, മഞ്ജുഷ ആണെങ്കിലും ഗോപകുമാർ ആണെങ്കിലും ശ്രീജിത്ത് പണിക്കരാൻ, നമുക്കൊക്കെ വേണ്ടി ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ മുസ്ലിം ലീഗ്. അത് കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ച് നിന്ന് ഇപ്പം നിങ്ങൾ നോക്ക്, ഒരു മാസം ആവുന്നേ ഉള്ളൂ ഈ ഗവൺമെന്റ് വന്നിട്ട്. എത്ര ജനങ്ങൾക്കാണ് പ്രയോജനകരമായ തീരുമാനങ്ങൾ വന്നിട്ടുള്ളത്? അടിസ്ഥാന വർഗത്തിലെ 100,000 ആളുകൾക്കാണ് ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ പ്രയോജനകരമായ തീരുമാനം വന്നിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ കേന്ദ്ര സർക്കാർ നോക്ക്, എല്ലാ ദിവസവും വൈകുന്നേരവും അടുക്കളയിൽ നമ്മൾക്ക് പാചകവാതകത്തിന്റെ സിലിണ്ടറിന്റെ വില കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു, പെട്രോളിന്റെ വില കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. ആർക്കും ഒരു പരാതിയില്ല. നിങ്ങൾക്ക് ആർക്കും വല്ല പ്രശ്നമുണ്ട്? എല്ലാവരും ബാധിക്കണില്ലേ? ഈ രാജ്യത്തെ വിലക്കയറ്റത്തിന് കാരണമാകുന്നില്ലേ? എന്നാൽ ജനങ്ങൾക്ക് പ്രയോജനകരമായ ഭരണം നടത്തുമ്പോൾ അതിനെക്കുറിച്ച് അപവാദങ്ങൾ ഉണ്ടാക്കാൻ, വിവാദങ്ങൾ ഉണ്ടാക്കാൻ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ട. അത് വിലപ്പോവില്ല. കേരളത്തിൽ വർഗീയമായ ചേർതിരിവ് ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതിന് തെളിവാണ്. ഇവിടെ VC പങ്കെടുത്തതിനെ വിവാദമാക്കിയത് വേറെ ആരുമല്ല, നിങ്ങളൊക്കെ തന്നെയാണ് വിവാദമാക്കിയത്. ശരി, കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത്. അല്ല, എന്റെയും ശ്രീ ഗോപകുമാറിന്റെയും ഒക്കെ താല്പര്യത്തെ പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലീഗ് പ്രവർത്തിക്കുന്നത് എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും എന്തായാലും ഇങ്ങനെ സൗത്തിലായതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അടുത്ത തവണ കുറച്ചുകൂടി സീറ്റ് ചോദിച്ചത് ശേഷം ഇവിടെ വന്നിട്ട് മത്സരിക്കണം എന്ന് എനിക്ക് അങ്ങയോടൊരു അപേക്ഷ മുന്നിൽ വെക്കാനായിട്ടുണ്ട്. അങ്ങനെ കേരളം സമൃദ്ധമാകട്ടെ. 2,
താങ്കൾ പറഞ്ഞിരിക്കുന്നതിൽ ഒരു പ്രശ്നം, നിങ്ങൾ എന്തൊക്കെ വിദ്യാഭ്യാസ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാലും കോൺഗ്രസിനെ തിരിച്ചു കുത്തുന്ന കാര്യം എന്താണെന്നറിയോ? ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് അധികാരമുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് PM ശ്രീ നടപ്പാക്കി എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞത് കേരളത്തിന് മാത്രമായിട്ട് എന്താണ് ഷാക്കിറെ എക്സെപ്ഷൻ? ഇവിടെ മാത്രമായിട്ട് മുസ്ലിം ലീഗിന് എന്താണ് ഷാക്കിറെ എതിർപ്പ്? കർണാടകയിലെ 585 സ്കൂളുകളിൽ PM ശ്രീ നടപ്പാക്കി. ആര്? കോൺഗ്രസ് സർക്കാരല്ലേ? മുസ്ലിം ലീഗാണോ ശ്രീജിത്ത് പണിക്കരെ? അല്ല, ബിനോയ് വിശ്വം നിങ്ങളാണല്ലോ ഇപ്പോൾ ഷാക്കിറെ അറിഞ്ഞില്ലേ? നിങ്ങൾ അറിഞ്ഞില്ല? ഇപ്പൊ നമ്മളെ കുഞ്ഞാലിക്കുട്ടി സാറാണ് നമ്മുടെ പ്രതീക്ഷകൾ. നിങ്ങൾ എന്തിനാണ് കേക്കൂ ഇത് പറയുമ്പോ അസ്വസ്ഥത കാണിക്കല്ലേ? അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോഴും കർണാടകയിൽ ഭരിക്കുന്ന കോൺഗ്രസ് PM ശ്രീ ഇംപ്ലിമെന്റ് ചെയ്തു. തെലങ്കാനയിൽ ഭരിക്കുന്ന കോൺഗ്രസ് 800-ലധികം ഇതെല്ലാം കാവ്യവൽക്കരണമല്ലേ? ചേട്ടാ, PM ശ്രീ നടപ്പാക്കിയ കാവ്യവൽക്കരണം ഇല്ല. VC പോയി പങ്കെടുത്താൽ മാത്രമേ കാവ്യവൽക്കരണം ഉള്ളൂ. അതെന്താ? ഇതാണ് സ്കീം. അപ്പൊ ഇതാണ് കോർ കാവ്യവൽക്കരണം. തെലങ്കാനയിലെ 800-ലധികം സ്കൂളുകളിലെ PM ശ്രീ നടപ്പാക്കിയപ്പോൾ ആരാണ്? രേവന്ത് റെഡ്ഡി അല്ലേ? ഹിമാചൽ പ്രദേശിൽ സുഖ്വിന്ദർ സുഖു ഭരിക്കുന്ന സമയത്തല്ലേ 180-ലധികം സ്കൂളുകളിൽ PM ശ്രീ ആയത്? രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് 400-ലധികം സ്കൂളുകളിൽ PM ശ്രീ നടപ്പാക്കി. പിന്നീട് വന്ന സർക്കാരിന് 200 ചില്ലുവാനും സ്കൂളുകളിൽ നടപ്പാക്കിയാൽ മതിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റെല്ലാ സ്ഥലത്തും PM ശ്രീ നടപ്പാക്കാം. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടില്ല. ബിനോയ് വിശ്വത്തിന്റെ പ്രശ്നമാണെങ്കിൽ ബിനോയ് വിശ്വമാണോ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നെഞ്ചും പിരിച്ചിട്ട് ഇത് നടപ്പാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നത്? ബിനോയ് വിശ്വമാണോ നിൽക്കുന്നത്? എന്ത് കാര്യങ്ങളാണ് താങ്കൾ ഈ പറയുന്നത്? നോക്കൂ, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ അങ്ങ് അടിച്ചുപോയി. ഇനി ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പൈസ വേണമെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ ഇൻഫ്ര നന്നായിട്ട് പോകണമെങ്കിലും ഇത് കിട്ടിയേ പറ്റൂ. അപ്പൊ നിങ്ങൾ ഈ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്ന ഉണ്ട വിഴുങ്ങി ചാവണോ അതോ ഇവിടെയുള്ള പിള്ളേർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കണോ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരിക. അപ്പൊ അന്നേരം നിങ്ങൾ ഈ പറയുന്ന പോലെ കുഞ്ഞാലിക്കുട്ടി സാബ് ഞങ്ങളുടെ എല്ലാവരുടെയും താല്പര്യത്തിനെ സംരക്ഷിക്കാനാണ് നിൽക്കുന്നെങ്കിൽ ഞങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാറിനോട് പറയുന്നു, ഇവിടെ PM ശ്രീ നടപ്പാക്കൂ, അതിന് പ്രശ്നമൊന്നുമില്ല. കോൺഗ്രസിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കാവ്യവൽക്കരണം വന്നതിന് ശേഷം എന്തെങ്കിലും ഒന്ന് പ്രശ്നം ഉണ്ടായിപ്പോയോ? 1. 2, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, താങ്കൾ ഇപ്പോഴും സതീശൻ ഗോൾവൽക്കറുടെ പരിപാടിയിൽ പോയതിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇവിടെ വിളിച്ചോണ്ട് വന്ന് മാറാടിലെ റിപ്പോർട്ട്, തോമസ് P ജോസഫിന്റെ റിപ്പോർട്ട് ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ ശ്രീ ഷാക്കറെ. തോമസ് P ജോസഫിന്റെ മാറാട് റിപ്പോർട്ട് ഒന്ന് കൊടുക്കണം. അപ്പൊ നമുക്ക് എല്ലാവരും ഹാപ്പി ആവും. IUMലും ഹാപ്പി ആവും, ലീഗും ഹാപ്പി ആവും, എല്ലാവരും ഹാപ്പി ആവും. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇപ്പോൾ ഈ ചോദ്യം ഇതായിരുന്നു, VC-മാർ RSS മേധാവിയുടെ പരിപാടിയിൽ പങ്കെടുത്തത് ശരിയോ എന്നുള്ളതായിരുന്നു ചോദ്യം. ശരിയാണെന്ന് 37% പ്രേക്ഷകർ, തെറ്റാണെന്ന് 60%. വേണ്ടി പേര് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.